ഇന്നത്തെ വിഷയം എന്താണ്? ഓൺലൈൻ ഡേറ്റിംഗ്. ജോൺ പറയൂ, ഇതിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള. ഇത്രയും പ്രായമുള്ള ജോണിന്റെ ഓഫ്ലൈൻ ഡേറ്റിങ്ങും ഓൺലൈൻ ഡേറ്റിങ്ങും കാലത്തിന്റെ ഗെയിം മാറിയതിനെ പറ്റി പറയും. അതിനെപ്പറ്റി പറയാൻ യാതൊരു അർഹതയും ഇല്ലാത്ത ഒരാൾ ഈ കൂട്ടത്തിൽ ഞാൻ മാത്രമാണ്. ജോൺ എത്ര പ്രണയവും എത്ര ഡേറ്റിംഗ് ഉണ്ടായിരുന്നു മൊത്തം? ഒരേ ഒരു പ്രണയം. ഡേറ്റിംഗ് ഇല്ലടാ, ഡേറ്റിംഗ് ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. വൺ വുമൺ മാൻ ആണ്. മറ്റേ ഷാജഹാൻ ലെവൽ. ഷാജഹാൻ വേറെ അല്ല, ആരെ പോലെയാണ് ജോൺ ജോ? ഞാൻ അങ്ങനെ അങ്ങോട്ട് തീർത്ത് അടച്ചു പറയുന്നില്ല. ഇപ്പോഴത്തെ സ്ഥിതിക്ക്, ആരോഗ്യസ്ഥിതിക്ക് നല്ലത് അങ്ങനെ പറയുന്നതായിരുന്നു. സാമ്പത്തിക സ്ഥിതിയും കൂടെ പരിഗണിച്ച് ജോൺ ഒറ്റ പ്രണയം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അടിച്ച് ഉദയഭാനുവിന് ഒരു കാമുകയുള്ളൂ, സിനിമ. ഉദയഭാനു. ജോൺ മീറ്റ് ചെയ്തത് ഫേസ്ബുക്ക് വഴിയല്ലേ? അല്ല, അങ്ങനല്ലേ? അപ്പൊ അതൊരു ഓൺലൈൻ ഡേറ്റിംഗ് പോലെ തന്നെയാണല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. ഓൺലൈൻ ഞാൻ പേടിക്കുന്നുണ്ടല്ലോ. അല്ല, ഞാൻ മുടി വെട്ടി കാരണം ഇനി കുറച്ച് സീരിയസ് മെച്ചൂർഡ് സാധനം പിടിച്ചാലെന്നുള്ള. എന്റെ മുടി വെട്ടിയതിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക. 26 കമന്റ് ഉള്ളൂ, അതിലൊരെണ്ണം നിങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കുക. ജോൺ ജോ മുടി വെട്ടണോ മുടി നീട്ടി വളർത്തണോ? തമിഴിൽ അതിന് മറുപടി പറയരുത്. മൈരിന് എന്ത് വെച്ചാലും കുഴപ്പമില്ല. എന്ത് മയിരുന്നല്ലോ. ജോണിന്റെ കല്യാണം ഓൺലൈൻ ഡേറ്റിംഗിന്റെ പാർട്ടാണെന്ന് തന്നെ പറയാം. ഒരു വിജയിച്ച ഓൺലൈൻ ഡേറ്റിംഗ് ആണ് എന്റെ കല്യാണം. as of now. ഇപ്പൊ നമ്മൾ പറയല്ലേ എന്തൊരു ഇതുവരെ ഈ വിജയം പരാജയമൊക്കെ എപ്പോഴും മാറി മറിയാവുന്ന കാര്യം. 100% ഗ്യാരണ്ടി ഒന്നുമില്ല. ഇപ്പൊ അനുവിന് ഒരു ദിവസം തോന്നുകയാണ് ഒരു പണിയും ചെയ്യാത്തൊരു ഹസ്ബൻഡിനെ ഞാൻ എന്തിനു നർച്ചർ ചെയ്യണമെന്ന് തോന്നിയാൽ അന്ന് തീരുമല്ല. അങ്ങനെ തോന്നൂല. നിന്റെ ഭാര്യയുടെ കാര്യമല്ല, ജോണിന്റെ ഭാര്യയുടെ കാര്യം ഞാൻ പറയുന്നത്. നീ പിന്നെ ജോൺ അത്രയും വാല്യൂ ആഡ് ചെയ്യുന്നു. നീ പിന്നെ IIT IIMO നിനക്ക് പണി കിട്ടുമെന്നെങ്കിലും പറയാം. ജോൺ അങ്ങനെയാണ്. ജോണിന്റെ പോലത്തെ ഒരു മനുഷ്യനെ കണ്ടു കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജോണിന്റെ ക്വാളിറ്റി? വേറെ പെണ്ണ് കിട്ടിയിട്ടില്ല. അത് നീ ഒരു പോഡ്കാസ്റ്റിന് അനുമതി അപ്പോൾ കൊണ്ടിരുത്ത്. അത് 2-2.5 മണിക്കൂർ പോവത് ആ പോഡ്കാസ്റ്റ്. ഇന്നത്തെ ഒരു ജനറേഷനിൽ ഇത്രയധികം ലോയൽറ്റിയും ഇത്രയധികം കെയറും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഞാനാ കാണുന്നത് ഇങ്ങനെ ഇത്രയും നല്ല ഹെൽത്തി വായി നോക്കുന്നൊക്കെ പോട്ടെന്ന് വെക്കാം. ഇതൊക്കെ ഇവിടെ പറയാൻ കൊള്ളാം ഇങ്ങനെയുള്ള കാര്യങ്ങള്. ശരി, അപ്പൊ നമുക്ക് ഓൺലൈൻ ഡേറ്റിംഗിന്റെ അഗ്രകണ്യനായ മഹാദേവൻ. അനീസിക്കൊക്കെ ഒരു മാതിരി. ഇതൊക്കെ മഹാദേവനെ ഞാൻ പറയുള്ളതില്. മഹാദേവന് ഭയങ്കര മടിയുണ്ടല്ലേ പല കാര്യങ്ങളും പറയാൻ, വിട്ടു പറയാൻ. ഇന്ന് ആ മഹാദേവന്റെ ബമ്പിളില് റൈറ്റ് സ്വൈപ്പ് ചെയ്യണ ആള് ഞാനാ. ചാറ്റ് ചെയ്യുന്ന റിൻഷാദ്. മറ്റേ കഥ പറയട്ടെ, മറ്റേ മെഡിക്കൽ കോളേജോ നീ പറഞ്ഞു മറ്റേ അല്ലാതെ ഇതുപോലെ ഡേറ്റിംഗ് ആപ്പ് ഉണ്ടായിരുന്നപ്പോഴത്തേക്ക്. അല്ല, ഞാനിത് പറയട്ടെ, എനിക്ക് ഈ ഡേറ്റിംഗ് ആപ്പ് ഒന്നും ഉപയോഗിക്കാനുള്ള യോഗം അതെനിക്ക് ചെറുതായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഈ ഓൺലൈൻ ഡേറ്റിംഗിലേക്ക്, ഈ പരിപാടി ഫീൽഡിലേക്ക് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. മഹാദേവനൊക്കെയാണ് ഈ സാധനം ഇങ്ങനെ ഉപയോഗിക്കുന്നതും മഹാദേവൻ ഡേറ്റിന് പോകുന്നതൊക്കെ കാണുന്നത് ഒരു അമ്മാവന്റെ വീക്ഷണകോണത്തിലൂടെ ഞാനിതിങ്ങനെ കാണുമ്പോ ഇന്ന് തന്നേടാ നോക്കട്ടെ, കുട്ടികൾ കൊള്ളാലോ, അറിയാതെ വിരലുകൾ. പിന്നെ മഹാദേവൻ ലെഫ്റ്റ് സ്വൈപ്പ് ഇടുന്ന പറഞ്ഞൊക്കെ ഞാൻ പോടാ, അല്ല ആദ്യമൊക്കെ നമ്മൾ ഒരുമിച്ചിരുന്നായിരുന്നു. പിന്നെ പുള്ളി മറ്റേ റീൽസ് കാണുന്ന ബോറടിക്കുമ്പോൾ ഇത് മേടിച്ചിട്ട് ഇങ്ങോട്ട് തട്ടുന്നതിന് ഇങ്ങോട്ട് തട്ടിയാൽ മതിയല്ലോ. ഇത് തന്നെ ഇൻസ്റ്റാഗ്രാമിലും പുള്ളി കാണുന്നത്. മുകളിലോട്ട് തട്ടുന്നു, ഇതാകുമ്പോ റൈറ്റിലേക്ക് തട്ടുന്നു. പുള്ളിക്ക് ഇടത്തേക്ക് ചായ് ഒരു കാര്യത്തിലും ഇല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കാര്യത്തിനും പുള്ളിക്ക് ഇടത്തേക്ക് ചായവില്ല. പുള്ളി ഇതെല്ലാം റൈറ്റ് ആണ്. ഞാനൊന്നും പറയണില്ല, ഇടത്തോട്ടുള്ള ചായ ഉണ്ട്. ഒരു കാര്യത്തിൽ ഇടത്തേക്ക് ചായ ഉണ്ടെന്ന്. ചരിവല്ലേ? അതന്നെ, ചായയും ചരിവും. അപ്പം പിന്നെ അതുപോലെ ബോറടിക്കുമ്പോ പുള്ളി ഒരു കാര്യം കൂടി പറയട്ടെ. ഞാനിങ്ങനെ ഫോട്ടോ നോക്കി ഇങ്ങനെ അടിച്ചു വിടുന്നു. വേറെ നമ്മുടെ കൂട്ടത്തില് വാണേഷ്, മറ്റേ നമ്മുടെ മാനേജർ റിൻഷ, ഞാനിത് വളരെ വൃത്തിക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ അങ്ങനെ ചെയ്യലട ബയോ വായിക്കട്ടെ എന്ന്. അതെ, പുള്ളിയാണ് ഡീറ്റെയിൽ ആയിട്ട് ഇത് മൊത്തം വെച്ചിട്ട് കൊള്ളാം, ഇത് ഇങ്ങനത്തെ ഒരു ഇതാണ്, നിനക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ 5 year പ്ലാൻ ഒക്കെ പറയല്ലേ. ഇവിടെ കെട്ടിയാൽ അവൾക്ക് ഇവിടെ ജോലി ഉണ്ടാവും, അങ്ങനെ പറയാം. അവൾക്ക് ഇവിടെ ജോലി ഉണ്ടാവും, അവൾക്ക് ഇത്ര സാലറി ഉണ്ടോ, നല്ല പുള്ളി മൊത്തത്തിൽ ആ ഒരു ബയോ വായിക്കും. എന്തിനാന്ന് എനിക്കറിയാൻ പാടില്ല. ഞാനിത് ബയോ വായിച്ചിട്ടില്ല. അതാണെങ്കിൽ വായിക്കാൻ പാടില്ല. ഞാൻ ബയോ വായിക്കുമായിരുന്നു എന്റെ ഡേറ്റിംഗ് പ്രൊഫൈൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട്. മനസ്സിലായി? ഞാൻ അതിൽ നിന്ന് പൊക്കി എന്റെ ഡേറ്റിംഗ് പ്രൊഫൈൽ ഇമ്പ്രൂവ് ചെയ്യാം. നീ കഥയിൽ തുടങ്ങാം. നമുക്ക് നീ പറയാൻ ഫസ്റ്റ്. അല്ല, അത് അവസാനം ഇതുപോലെ
പിന്നെ ഇത് ഈ പറഞ്ഞ ഞാൻ നോക്കാതെ, അതായത് ഇവർ തന്നെത്താൻ എടുത്തിട്ട് പോയി സ്വൈപ്പ് ചെയ്യും. റിൻഷാബർ നമ്മുടെ നിലയ്ക്കാണല്ലേ വരാൻ പോണേ. സത്യമല്ലേ, റിൻഷാബർ മെസ്സേജ് പിന്നെ മാച്ചായിട്ടുണ്ടായിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറയാം. പഴയ കാര്യമല്ലേ മഹാദേവൻ, നീ ഓർക്കാൻ സാധ്യതയില്ല. അതിങ്ങനെ കണ്ണടയ്ക്കണം, ശരിക്കും പഴയ കാര്യമാണല്ലോ. അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ ഈ സാധാരണ എന്നാലും 3 മാസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. സാധാരണ ആണുങ്ങൾക്ക് ഇപ്പൊ എനിക്കൊക്കെ ഡേറ്റിംഗ് ആപ്പിലുണ്ടായിരുന്ന സമയത്ത് മാസത്തിൽ 1-2 മാച്ചോ കിട്ടുള്ളായിരുന്നു. പക്ഷെ അതേപോലെയല്ല മഹാദേവന് 35-40 മാച്ചുകളാണ്. അപ്പോൾ ഇത് കാണുന്ന ഓഡിയൻസ് മനസ്സിലാക്കണം, അതായത് സാധാരണ ഒരു ആണിൻ്റെ പ്രൊഫൈലിൽ പോയി നിങ്ങൾ എത്ര റൈറ്റ് സ്വൈപ്പ് അടിച്ചാലും വ്യത്യാസം ഉണ്ടാവില്ല, കാരണം തിരിച്ച് മാച്ച് ഒന്നും കിട്ടില്ല. പക്ഷെ മഹാദേവന്റെ പ്രൊഫൈൽ അങ്ങനെയല്ല, റൈറ്റ് സ്വൈപ്പ് അടിച്ചാൽ ചിലപ്പോൾ തിരിച്ച് മാച്ച് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ഗ്രൂപ്പായിട്ട് കണ്ടുകൊണ്ടിരുന്ന സമയത്തും ഗ്രൂപ്പിൽ നിന്ന് മാറി, അതായത് മാച്ച് ചെയ്യാൻ തുടങ്ങി. അല്ല, ഞാൻ അറിയാതെ ഇവരിത് അറിയാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ എടുക്കുക സ്വൈപ്പ് നമുക്കും അറിയാം, ആ പുള്ളി മെസ്സേജ് തയ്ക്കും. അപ്പൊ ചിലപ്പോൾ ഞാൻ പിന്നെ കാണുമ്പോൾ ഒരു 2-3 ലൈൻ മെസ്സേജ് ഒക്കെ കാണും അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ ഇയാളെന്ത് പറഞ്ഞു വെച്ചേക്കുന്നത്. ചിലപ്പോൾ എനിക്ക് പ്രൊഫൈൽ കാണുമ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് കാണത്തില്ല. അപ്പോൾ ഞാൻ ഈ ചാറ്റ് ഒരു വിധത്തിൽ നിർത്താനുള്ള പരിപാടി പിടിക്കും. എന്നിട്ട് ഞാൻ ഒരു വിധത്തിൽ ക്ലോസ് ചെയ്ത് വെക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ബ്ലോക്ക് ചെയ്ത പരിപാടി നമ്മൾ ചെയ്യുമല്ലോ. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു പിന്നെ അടുത്ത സമയത്ത് ഫോൺ എടുക്കുക വെച്ചാൽ ബമ്പിൾ എടുക്കുമ്പോൾ ഈ ചാറ്റ് പിന്നെ പിടിച്ചേക്കണം പോയിട്ട്. ഈ പുള്ളി പോയി താഴെ വീണ്ടും ചൊറിഞ്ഞിട്ട് എന്നിട്ടിങ്ങനെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, താൻ എന്തെടുക്കുകയാണോ റിൻഷാബറോ, ഞാൻ കുറച്ച് കണ്ടന്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചേക്കുക. ഞാൻ സ്റ്റാൻഡപ്പിൽ കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കുക. അങ്ങനെയൊക്കെ നമുക്കാളെ ഇവരെന്ത് വിചാരിക്കും ആ സാധനമുണ്ട്. അതിനിടയ്ക്കൊരു ഷോ കിട്ടിയിട്ട് ഞാൻ ഒരു 2-3 തവണയായിട്ട് ബമ്പിൾ ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെ ചെയ്തിട്ട്, അതായത് പറഞ്ഞ കിട്ടുമ്പോൾ വിചാരിക്കും ഓക്കെ സെറ്റ്, എന്നിട്ട് ബമ്പിൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യും. അതെ ഒരു ദിവസം അത് പോവും, നിഷ്കളങ്കരാ. പിറ്റേ ദിവസം വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യും. എന്നിട്ട് ഞാൻ പൊളിക്കും. കഴിഞ്ഞ എപ്പിസോഡ് സ്കോർ ചെയ്തിട്ടുണ്ട്. 3ാമത്തെ തവണ ഈ പറഞ്ഞ ഇവര് ആക്റ്റീവായിട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് കോഴിക്കോട് ഒരു ഷോ കിട്ടിയപ്പോഴത്തേക്കും ആ കോളേജ് ഞാൻ നോക്കുമ്പോൾ ഒരു മെസ്സേജ് മേലെ കിടക്കുക, ഭയങ്കര ഭാഗ്യം നമുക്ക്, കാരണം അടുത്ത ദിവസം ഷോ അവിടെ ആണല്ലോ, വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നോക്കും ഇത് ആരും എനിക്ക് അറിയത്തുപോലും. ഞാൻ ചോദിക്കും, അടുത്ത ദിവസം ചോദിക്കുമോ നിൽക്കുന്നത്. അപ്പോൾ ഭയങ്കര ചാറ്റ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പുള്ളി ഇങ്ങനെ ചാറ്റ് ചെയ്ത് കമ്പനി അടിച്ച് വെച്ചേക്കുക. എനിക്ക് ആളെ പോലെ അറിയത്തില്ല. പുള്ളിക്കാരി നാളെ ഞാൻ അവിടെ വരുമ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞ് എക്സൈറ്റ്മെന്റ് ഇരിക്കുക. എനിക്ക് ആകെ പടം എപ്പോൾ വരും എന്നൊക്കെ ചുരിദാറാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെ ചെന്നിട്ടും ഇതുപോലെ അത്രയും പേരുണ്ട്, എനിക്ക് ചമ്മലാണ്. ഇതിനകത്ത് ആ ഒരാളിരിപ്പുണ്ടല്ലോ, അവർ വിചാരിക്കണം ഞാൻ ഇവരോട് സംസാരിച്ചിട്ടുണ്ട്. ആ സാധനമാണല്ലോ, ആ പ്രൊഫൈൽ കണ്ടാലേ കഥയുടെ ഒരു ഞാൻ പേടിച്ചൊക്കെയാണ് മൊത്തത്തിൽ. ആള് വന്ന് കണ്ടോ നിന്നെ അവിടെ? ഞാൻ 2-3 തവണ ആളെ കണ്ട് എനിക്ക് മനസ്സിലായി ഞാൻ രക്ഷപ്പെടുമായിരുന്നു. ആള് വന്ന് നിന്നെ കണ്ടില്ല എന്നുവെച്ചാൽ നമ്മളോട് ഇങ്ങനെ മിണ്ടാനുള്ള ശ്രമങ്ങൾ നടത്തൂല്ലോ. ഈ ഒരു എപ്പിസോഡോടുകൂടി മഹാദേവന്റെ ബമ്പിൾ പ്രൊഫൈലിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി പെൺകുട്ടികൾ ചത്താലും അല്ലെങ്കിൽ നിന്നെ കഷ്ടിച്ചാണ് അവരൊക്കെ സ്വൈപ്പ് ചെയ്യുന്നത്. അല്ല, എനിക്കാണെങ്കിൽ കുറെ പെണ്ണുങ്ങൾ ഈ ഗോസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതായത് അവർ ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നുന്നു ഇതേപോലെ അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കും ചിലപ്പോൾ ചാറ്റ് ചെയ്തത്. കാരണം ഇങ്ങനെ കുറെ ചാറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് അവർ അൺമാച്ച് ചെയ്തുകൊണ്ട് പോകും. അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങൾക്ക് ഒരുപാട് മാച്ച് കിട്ടുന്നതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് സെറ്റ് ആയിട്ട് അങ്ങ് അവര് ഇറങ്ങി ഓപ്ഷൻസ് വെച്ചല്ലേ കളിക്കുന്നത്. അതായത് ആദ്യത്തെ 4 ഓക്കെ, ഇതിന്ന് 1 പോയി, ഇനി 3 ഇതിന്ന് 1 പോയി, അങ്ങനെ അവര് തന്നെയാണ് പോയിന്നല്ല പോയി എന്നുള്ളതല്ലേ. ഇവൻ കഴിഞ്ഞ 4 മണിക്കൂറിൽ അപ്ഡേറ്റ് ഒന്നുമില്ല, ഇവൻ അവർക്ക് ഭയങ്കര ഓപ്ഷനുകളല്ലേ. ഈ ഡേറ്റിംഗ് ആപ്സ് എല്ലാം ഡിസൈൻ ചെയ്തേക്കുന്നത് അങ്ങനെയല്ലേ, അവർക്കല്ലേ പ്രയോറിറ്റി. അതായത് അവരൊരു മെസ്സേജ് കൊടുത്താലല്ലേ, മെസ്സേജ് ഇട്ടാലല്ലേ അവർക്ക്. ഇത്രയും വിശദമായി ഞാൻ പറയണ കേൾക്കുമ്പോ എന്റെ ഭാര്യ വിചാരിക്കുന്നത് ഇവര് പറഞ്ഞു തന്നിട്ടുള്ള അറിവാണ് ഉപയോഗിച്ചിട്ടില്ല. ഇല്ല ബേബി, ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. അതുകൂടെ പറയാം. ഓൺലൈൻ ഡേറ്റിങ്ങിൻ്റെ കാലത്ത് മാത്രമല്ല, ഓഫ്ലൈൻ ഡേറ്റിങ്ങിൻ്റെ സമയത്തും പെൺകുട്ടികൾക്ക് ഭയങ്കര പ്രയോറിറ്റി ആണ്. അവർക്ക് എപ്പോഴും ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. മിക്കവാറും എല്ലാ ആണുങ്ങളുടെ അവസ്ഥയെന്ന് പറയുന്നത് അവരൊരു 10 പേരെ നോക്കി അതിൽ നിന്ന് എനിക്ക് കിട്ടാൻ സാധ്യതയുള്ള ഏതാണെന്ന് നോക്കി ഒന്ന് സെലക്ട് ചെയ്യുകയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ഓരോ പെൺകുട്ടിക്കും ഒരു 10-15 പേര് അവളുടെ പുറകെ നടക്കുകയും അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് ചൂസ് ചെയ്യാൻ നിർബന്ധമാണ്. അത്രയും ഓപ്ഷൻസ് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചൂസ് ചെയ്യാനൊരു മടി വരും. പക്ഷേ ഈ ഓൺലൈൻ ഡേറ്റിങ്ങിലേക്ക് വന്നപ്പോഴേ പണ്ട് ഓഫ്ലൈനിലായിരുന്ന സമയത്ത് ഈ ബസ് സ്റ്റോപ്പിലിരുത്തൻ ഈ പെൺകുട്ടീനെ നോക്കണ്ട, ആ ബസ് സ്റ്റോപ്പിലിരുത്തൻ ഈ പെൺകുട്ടീനെ നോക്കണ്ട.
പെൺകുട്ടിക്ക് ഇവർ രണ്ടുപേരും മൈൻഡില്ല, പക്ഷെ ഇവര് തമ്മിൽ ജാതി അലമ്പായിരിക്കും. ഇവൻ പോയിട്ട് പിന്നെ ഇടിക്കുകയൊക്കെ ചെയ്യും. ഇവൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അത് പണ്ട് സ്ഥിരമുള്ളത്. അതിലെ സീനിയോറിറ്റി ഇത്രേ ഉള്ളൂ. ഞാൻ ആ നിന്നെയൊക്കെ ഒരാഴ്ച മുന്നേ നടന്നു തുടങ്ങി അവളുടെ പുറകെ. അല്ലാതെ ഇവൾക്ക് ഇവരെ രണ്ടുപേരും ഇത് കഴിഞ്ഞ് ഇവൾക്ക് കോളേജിൽ ചെല്ലുമ്പോൾ വേറൊരു അവളുടെ പിന്നാലെ നടക്കണ്ടോ. അതെ, ഒരു 80-20 റൂൾ പോലെയാണ്. അതായത് 80% ആണുങ്ങൾക്ക് ഇഷ്ടം 20% പെണ്ണുങ്ങളെയാണ്. എന്തായാലും അവർക്ക് എപ്പോഴും ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പെൺകുട്ടികൾക്ക് എന്നും ഡേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ആണുങ്ങളെ സംബന്ധിച്ച് അതൊരു സ്ട്രഗിളും ഫൈറ്റും തന്നെയായിരുന്നു ഉണ്ടാക്കാൻ വേണ്ടിയുള്ളത്. ഇപ്പം ഓൺലൈൻ ഡേറ്റിംഗ് വന്നതോടുകൂടി സമയവും സാഹചര്യവും ഒക്കെ എളുപ്പമായി കുറേയൊക്കെ. പിന്നെ പുറത്തിറങ്ങി വെയിലുള്ള കുറെ വാക്കുകൾ വന്നു. കാഷ്വൽ, സിറ്റുവേഷൻഷിപ്പ്, കാഷ്വൽ ബെനിഫിറ്റ്സ്, പിന്നെ നേരത്തെ ഗോസ്റ്റിംഗ്. അല്ല, അന്ന് ചെയ്തിരുന്ന അന്ന് വേറൊന്നുമില്ല, തേപ്പ് അത്രേ ഉള്ളൂ. ഇപ്പൊ ഗോസ്റ്റിംഗ്, കുറെ വാക്കുകൾ വന്നപ്പോ നമ്മുടെ കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. ഗോസ്റ്റ് ചെയ്തല്ലേ, തേച്ചതല്ല, പ്രശ്നമില്ല. സംസാരിക്കാൻ താല്പര്യമില്ലാത്ത അത് തന്നെയുള്ള വായ നോക്കുമ്പോ അല്ലേ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോസ്റ്റിംഗ് ആക്ച്വലി തെറ്റ് പറയാൻ പറ്റൂല അല്ലേ. മഹാദേവൻ എന്തോരം പേര് ഗോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പക്ഷെ മഹാദേവൻ റോസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഗോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അല്ല, ഗോസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ചിലരോട് നമ്മൾ ഇമോഷൻ കാരണം നമുക്കിങ്ങനെ സംസാരിക്കുമ്പോൾ അവരോട് പറയാൻ പറ്റൂല നമുക്കിത് ഓക്കെ അല്ല എന്നുള്ളൊരു സാധനം, നമ്മളിതല്ല ഉദ്ദേശിക്കുന്നത്. ചില ആൾക്കാരത് എടുക്കൂല. ആദ്യത്തെ ചാറ്റൊക്കെ ഭയങ്കര രസമായിരിക്കും അല്ലേ, ചിലപ്പോൾ നമുക്ക് വർക്കാവും തോന്നും. പിന്നെ ചിലപ്പം കുറച്ചുകൂടെ കാര്യമായിട്ടുള്ള കോൺവെർസേഷൻസിലായിരിക്കും നമുക്കിത് ശരിയാവില്ല എന്നുള്ള സാധനങ്ങൾ വരുന്നു. അല്ലേ, ഭയങ്കര ആദ്യത്തെ കുറെ ചാറ്റ് രണ്ടുപേരും അങ്ങടും ഇങ്ങടും ഭയങ്കര പതപ്പിക്കില്ല. ഞാൻ കുറെ നാള് ഞങ്ങള് ചാറ്റ് ചെയ്ത് ഞാൻ കുറച്ചാൾ മുമ്പ് ഇങ്ങനെ വായിച്ചു നോക്കാൻ വായിച്ചിട്ട് എനിക്ക് തന്നെ അവളോട് ചോദിച്ചപ്പോ പറഞ്ഞതാ. അതൊരു ഐസ് ബ്രേക്കിങ്ങിന് വേണ്ടി ആൾക്കാർക്ക് നമ്മുടേതല്ലാത്തൊരു ഇതിലേക്കായിരിക്കും ആൾക്കാർ എത്തിയാലും അതും ആ തമ്മിലുള്ളൊരു ഇത് അകലം കുറയത്തുള്ളൂ. അത് കഴിയുമ്പോഴായിരിക്കും രണ്ടു കൂട്ടരും കുറച്ച് ഫ്രീ ആയിട്ട് കംഫർട്ടബിൾ സോണിൽ നിന്നുണ്ട്, അതായത് അവരുടെ കറക്റ്റ് സോൺ, പേഴ്സണൽ കറക്റ്റ് സോണിൽ നിന്നുകൊണ്ട് സംസാരിക്കും. അത് കഴിഞ്ഞായിരിക്കും ആദ്യം ഇപ്പോൾ നമ്മൾ എടാ ഇങ്ങോട്ട് വാടാന്ന് വിളിച്ചാൽ എന്താ സാർ എന്നായിരിക്കും നമ്മൾ പേഴ്സണലി അറിയാത്ത ഒരാൾ ചോദിക്കുന്നത്. അപ്പോൾ പിന്നൊരു ഫ്രണ്ട് വീടാ ഇങ്ങോട്ട് നീ വേണേ ഇങ്ങോട്ട് വാടാ എന്ന് നമ്മൾ പറയുമല്ലോ. അത് അടുപ്പം കൊണ്ടാണല്ലോ. ഇതേ സാധനം അവിടെയുണ്ട്. എനിക്കൊരു ജനറൽ മിസ്കൺസെപ്ഷൻ ആൾക്കാർക്കുള്ളതെന്ന് വെച്ചാൽ ഒരാൾ ഇപ്പോൾ ആക്ച്വലി ഡേറ്റിംഗ് ഉള്ളതുകൊണ്ട് ആൾക്കാർ കുറേ ഓപ്ഷൻസും കൂടിയിട്ടുണ്ട്, റിജക്ഷൻസും കൂടിയിട്ടുണ്ട്. വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെപ്പോഴും റിജക്ഷൻ വരുന്നത് നമ്മളിൽ എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടാണെന്ന് വിചാരിക്കരുത്, അതായത് അവർക്ക് വേണ്ടാത്തതുകൊണ്ടാണെന്ന് വിചാരിക്കണം. അല്ലേ, മോട്ടിവേഷൻ. നിന്നെ ഒരുപാട് പേര് റിജക്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ. എന്നെ റിജക്ട് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിന്. ആവശ്യത്തിനുള്ള തേപ്പ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പൊ ആ വാക്ക് പിൻവലിക്കണം. തേപ്പ് നല്ല സോറി, ആവശ്യത്തിന് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഓവർ ടൈം അതിങ്ങനെ ശീലമായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾക്ക് എൻ്റെ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ലാതെ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു. ഞാൻ കൊള്ളൂല അങ്ങനത്തെ ഒരു ലൈനിലോട്ടാവുമായിരുന്നു. കണ്ണീര് തുടച്ചിട്ട് പറ. സോറി, വൈബ് മാറ്റിയ. വൈബ് മാറിയുന്നില്ല, കറക്റ്റ് വൈബാ. അതെ, അപ്പോൾ നമുക്ക് എന്തായാലും അനീസിക്കയുടെ വിശേഷങ്ങൾ ചോദിക്കാം. അനീസിക്കയാണല്ലോ ഇന്നും ഡേറ്റിംഗ് ആപ്പിൽ ഒരു കേരളത്തിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ഡേറ്റിംഗ് ആപ്പ് യൂസർ. എന്റെ പ്രായം കൊണ്ടല്ല, ഇപ്പൊ എന്നൊക്കെ പ്രായമുള്ള ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യുന്നത് ഭയങ്കര കൂടുതലുള്ളൊരു ആദ്യ സമയങ്ങളിൽ ഇവിടെ ഡേറ്റിംഗ് ആപ്പ് ഇത്ര പോപ്പുലർ അല്ലാത്ത സമയത്ത് 18 to 80 പോലെ മറ്റേ ഏജ് ഇടുമ്പോഴത്തേക്ക് 40+ ഇട്ട് കഴിഞ്ഞാൽ പെമ്പിള്ള അനീസൊക്കെ മാത്രമേ കാണിക്കത്തുള്ളായിരിക്കല്ലോ ഒറ്റയ്ക്ക് എല്ലാവരും ഒരു ലെഫ്റ്റ് വീണ്ടും അനീസിക്ക ഇവര് ഫ്രണ്ട്സ് തിരഞ്ഞെടുപ്പ് ഇവിടെ അടിക്കുമ്പോ അങ്ങടാണ് അടിച്ചടിച്ചടിച്ചു പോകും. ഇറങ്ങിപ്പോ ഈ ഓൺലൈൻ ആപ്പുകൾ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ, ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പ് എന്ന് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലെയാണ് ആൾക്കാർക്ക്. ഇപ്പോൾ ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ബംബിൾ ഉണ്ട് എന്നൊക്കെ പകുതി മാട്രിമോണി അതുപോലെ ആൾക്കാർ അത്രയും പറയുന്ന ഒരു കാലഘട്ടം ഇപ്പം അത് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒരു 10 വർഷം മുന്നേ ഇത് പറയാത്തൊരു സമയം ഉണ്ടായിരുന്നു. ആൾക്കാർ ഇതിനകത്ത് ഒളിപ്പിച്ച് വെക്കുകയും, അന്ന് ബംബിളില്ല, ടിൻഡറാണ് കുറച്ചുകൂടെ പോപ്പുലർ. നമുക്കല്ല പോപ്പുലർ, നോർത്ത് ഇന്ത്യ പോപ്പുലർ ആയതുകൊണ്ട് ഇവിടെ ആൾക്കാർ രഹസ്യമായിട്ട് ഉപയോഗിക്കുന്നു. ഇതെന്തോ സംതിങ് ഇല്ലീഗൽ ആപ്പ് പോലെയായിരുന്നു അന്ന് ആൾക്കാർ. ടിൻഡർ കയ്യിലുണ്ടെങ്കിൽ എന്തോ ഇല്ലീഗൽ ആക്ടിവിറ്റി പോലെയായിരുന്നു അന്നത്തെ സമയത്ത്. ടിൻഡർ ആപ്പിനകത്ത് പെൺകുട്ടികളുടെ പ്രൊഫൈലിന് ഒന്നിനും ഫോട്ടോ കാണത്തില്ല, മിക്കവാറും എല്ലാവരും ഡാർക്ക് സ്ക്രീൻ ആയിരിക്കും. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി കുറേ അക്കൗണ്ടുകളുണ്ടായിരുന്നു പെൺകുട്ടികളുടെ. ഒരു ഡാർക്ക് സ്ക്രീന്, അല്ലെങ്കിൽ ഒരു പൂവിൻ്റെ പടം, പൂച്ച, പിന്നെ കോട്ട്സൊക്കെ. ഇത് ഇങ്ങനെയായിരുന്നു അവരുടെ പ്രൊഫൈൽ. നമുക്കറിയാൻ പറ്റില്ല ഇത് ഒറിജിനലി പെൺകുട്ടിയാണോ അതോ എന്താ ഫിഷിംഗ് എന്നല്ലേ, എന്താ
ഫിഷിംഗ് പോലെ തന്നെ, അതായത് വേറെ ഒരു കാറ്റ് ഫിഷിംഗ് അങ്ങനെ എന്താ പറയാ. അപ്പൊ അങ്ങനത്തെ മറ്റേ ഇതല്ല ഹാക്കിങ്ങിന്റെ അതിന്റെ ഇതിനകത്ത് പെൺകുട്ടികൾക്ക് പല വേറെ അക്കൗണ്ട് അങ്ങനെ പിടിക്കുന്ന, അതിപ്പോ ഫിൽറ്റർ ഇട്ട് ഇപ്പോഴും നമ്മൾ ശരിക്കും കാണുമ്പോൾ അതിപ്പോൾ സിനിമാടിമാരുടെ ഫോട്ടോ ഒക്കെ. അപ്പോൾ ഇത് ആണിൻ്റെ പ്രൊഫൈലാണോ പെണ്ണിൻ്റെ പ്രൊഫൈലാണോ ഫേക്ക് പ്രൊഫൈൽ ഒന്നും അറിയാൻ പറ്റാത്തൊരു കാലഘട്ടം വന്നിട്ട് ഇന്റർനെറ്റ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇൻസ്റ്റാഗ്രാം ലിങ്ക് ചെയ്ത ബമ്പിൾ അക്കൗണ്ടുകളുണ്ട്. ഇപ്പം നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകാൻ പറ്റില്ല, പക്ഷേ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ബമ്പിളായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം ലിങ്ക് ബമ്പിൾ അക്കൗണ്ട് ഉണ്ട് ഇപ്പം. അത് പോയി പോങ്ങളും അതിടാം. ശരി, അതിടാം. കഴിഞ്ഞ നിന്റെ തുമ്മൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡ് ജോണിന്റെ തുമ്മൽ നീ പറഞ്ഞു നിർത്തുന്നത് തുമ്മൽ, അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ തന്നെ കയറിപ്പോയിട്ടുണ്ട്. കണ്ടിന്യൂ. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഞാൻ കണ്ടിന്യൂ അവിടെ കിട്ടി. ഞാനത് മറത്തൊക്കെ പോയി. ഞാൻ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഞാൻ ടിൻഡർ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് മാച്ച് കിട്ടത്തില്ലായിരുന്നു. ഇപ്പം നിങ്ങൾ പറയുന്ന മാച്ച് കിട്ടുന്ന അന്ന് എനിക്ക് മാച്ചൊന്നും കിട്ടത്തില്ലായിരുന്നു. അന്നൊക്കെ നമ്മൾ കുറേ നാൾ സ്വൈപ്പ് ചെയ്ത് നമ്മൾ കൊറിയ വരെ സ്വൈപ്പ് ചെയ്യും. ഈ നാട്ടിൽ റേഞ്ച് അല്ല, പിന്നെ 4000+ എന്നാടാ. അത് ഞാൻ എവിടം വരെ വേണമെങ്കിലും പോകും. അവസാനം ഞാൻ മാച്ച് ചെയ്യുന്നൊക്കെ കൊറിയയിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ അക്കൗണ്ടാണ് ഞാൻ മാച്ച് ചെയ്യുന്നത്. ഞാൻ സംസാരിക്കുന്നതൊക്കെ വിയറ്റ്നാമിൽ നിന്നുള്ള അക്കൗണ്ടിലാണ് ഞാൻ മാച്ച് സംസാരിക്കുന്നത്. അത് ശരിക്കും നമ്മൾ കളിപ്പിക്കുകയാണെന്ന് വിചാരിച്ചാൽ അവർ വീഡിയോ കോൾ വിളിക്കും. വിയറ്റ്നാമിൽ നിന്നുള്ള അക്കൗണ്ടുകളാണ്. എനിക്ക് അങ്ങനെ ഒരു കൂട്ടുകാരുണ്ട്, വിയറ്റ്നാമിൽ നിന്നുള്ള ടിൻഡറിൽ നിന്ന് കിട്ടിയതാ. അപ്പോൾ ആ സമയത്ത് നാട്ടിലൊരു വിയറ്റ്നാമിൽ എന്തോരം ദാരിദ്ര്യമുള്ള പെൺകുട്ടിയായിരിക്കും അത്. പത്തനംതിട്ട വരെ സ്വൈപ്പ് ചെയ്തേക്കുന്ന വിയറ്റ്നാമിൽ. വിയറ്റ്നാം ബേസിക്കലി ദരിദ്രമാണ്. നമ്മളെയൊക്കെ നമ്മുടെ കറൻസി വാല്യൂ നമ്മളെയൊക്കെ താഴെയുള്ളവരാണ് വിയറ്റ്നാം എന്നൊക്കെ പറയുന്നത്. വിയറ്റ്നാം അല്ലേ നമ്മൾ 1,00,000 രൂപയ്ക്ക് നോട്ടായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരുള്ളത് വിയറ്റ്നാം ഒക്കെ. എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ ഒമേഗളില് ഒരു ഫിലിപ്പീൻസ് കാരിനെ മീറ്റ് ചെയ്ത് അവരിപ്പോ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുകയാണ്. മനസ്സിലായില്ല? സൈറ്റായിട്ടാ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പിള്ളേരെ ഹിപ്സ്റ്റർ ഒക്കെ ഒമേഗിൾ സ്ട്രീം ചെയ്യുന്നു. അയ്യോ, ഞാനൊക്കെ ഈ ഒമേഗിൾ എടുക്കുന്ന സമയത്ത് ഒരു സാധനം പുറത്തിട്ട് വീഡിയോ അല്ലാണ്ട് വേറെ ഒന്നും വരില്ല. അതിപ്പോഴും ആണുങ്ങൾ അങ്ങനെ നിൽക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ മറ്റേ അത് ട്രെൻഡായിട്ടോ ഒമേഗിൾ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് എന്നുള്ള രീതിയിലായി. സ്ട്രേഞ്ചേഴ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന അന്ന് തുണ്ട് സൈറ്റ് എന്നുള്ള രീതിയിലാണ് ഒമേഗിൾ തുണ്ട് സൈറ്റ് ആണെന്നുള്ള ലെവലിലായിരുന്നു അന്ന് കണ്ടുകൊണ്ടിരുന്നത്. ലൈക്ക് വൈസ് ടിൻഡറിനെയും ആൾക്കാരെ ഹുക്ക് ചെയ്ത് എന്തോ നമ്മൾ ഇല്ലീഗൽ സെക്സ് ട്രേഡിങ് നടത്തുന്ന ഒരു ആപ്പ് പോലെയായിരുന്നു ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനാണ് കേരളത്തിലെ അതാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മാട്രിമോണിയലിൽ കൂടെ ഡേറ്റ് ചെയ്തിട്ടുണ്ട്? മാട്രിമോണിയൽ ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീട്ടുകാർ എനിക്കൊരു അക്കൗണ്ട് ഉണ്ടായി. ഞാനിങ്ങനെ കല്യാണം പ്രായം മാട്രിമോണി കുറേ പേര് ഡേറ്റിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ളൊരു ആപ്പാണ്. പിന്നെ ഇപ്പം മാട്രിമോണിയും ഡേറ്റിംഗ് ഒക്കെ ആൾക്കാർ രണ്ടായിട്ട് കാണുന്നില്ല. അതായത് കുറേ നാൾ സംസാരിച്ചിട്ട് മതി അടുത്തതെന്ന് ഇപ്പം ഓപ്പൺലി ഫാമിലി അംഗീകരിച്ച സാധനമാണ്. ഞാനിത് പറയുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അത് നീ പോയി കണ്ട് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ കല്യാണം നടത്തുക, അതാണ് അവിടുത്തെ സിറ്റുവേഷൻ. ഇപ്പോൾ വീട്ടുകാരുടെ മാട്രിമോണി ആപ്പ് ഉണ്ടാക്കിയിട്ടേച്ച് അവർ സ്വൈപ്പ് ചെയ്യും. അമ്മയും അനിയത്തിയും കൂടെ അനിയൻ്റെ വൈഫോടെ സ്വൈപ്പ് ചെയ്യും. അപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട് അതിന് കുറേ പ്രൊഫൈൽ സെലക്ട് ചെയ്ത് തന്നെ കാണിക്കും. അപ്പോൾ ഞാനും ഇടയ്ക്ക് സ്വൈപ്പ് ചെയ്ത് ഭയങ്കര സ്വൈപ്പിങ് കിട്ടുന്ന പരിപാടി. ഇവനിപ്പം ജോൺ കല്യാണം കഴിഞ്ഞിട്ട് സ്വൈപ്പ് ചെയ്യുന്ന അതിനകത്ത് രസമുണ്ട്. നമ്മളൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ നമുക്ക് ഇത്രയും പേര് കിട്ടാൻ സാധ്യതയുണ്ട് എന്നറിയുമ്പോൾ നമുക്കൊരു അതെ ഒരു ഗ്രൂപ്പ് കുറെ കിട്ടിയിട്ട് ഇതിനകത്തുനിന്ന് ആര് ചൂസ് ചെയ്യുന്നൊരു സാധനം ഭയങ്കര അത് രസമുള്ള പവർ തോന്നുന്നു. അപ്പൊ അങ്ങനെ മാട്രിമോണി ആപ്പ് ഞാൻ സ്വൈപ്പ് ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ പണ്ട് പത്രത്തിൽ മറ്റേ SSLC+2 പരീക്ഷ മാർക്ക് കാണിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇത് കൊള്ളാം, ഇത് അങ്ങനെയൊക്കെ എടുക്കും. പരിപാടി തന്നെ ദേവനത് മാർക്ക് ചെയ്തിട്ട് അച്ഛൻ വന്ന് നോക്കുമ്പോൾ നല്ല പഠിക്കുന്ന കുട്ടികളാണ്. അതപ്പോ പേരും ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. എനിക്കറിയില്ല, പേരെന്തായാലും കാണുമല്ലോ. പേരുണ്ട്. അപ്പൊ മാട്രിമോണി ആപ്പ് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലും തപ്പും. ഇപ്പൊ കണക്ട് ചെയ്യുന്നതിന് അത്രയും പാടൊന്നുമില്ല നമുക്ക്. ഇല്ല, പക്ഷെ ഏറ്റവും മോശം ഈ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് പിങ്ങിയാണ്. ഞാൻ ബമ്പിളിൽ പ്രൊഫൈൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആൾക്കാർ ബമ്പിളിൽ പെൺകുട്ടികൾ ഇൻസ്റ്റാഗ്രാം ID ഇടാറുണ്ട്. ചില പെണ്ണുങ്ങൾ ബമ്പിളുള്ളത് ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ചില പെൺകുട്ടികൾക്ക് അവർക്ക് ഈ പറയുന്ന തപ്പി മാച്ച് ആക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അവർ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലൂടെ ഇടാറുണ്ട്. അവിടെ ഇവിടെ നിങ്ങൾ അഥവാ എന്നെ കണ്ടില്ല അങ്ങനെ ഓപ്പൺലി ബയോയിൽ അല്ലെങ്കിൽ ഭയങ്കര റെയർ നെയിം ഒക്കെ ആണെങ്കിൽ പോയി സെർച്ച് ചെയ്ത് ഇത് ഇൻസ്റ്റാ ID ഇടാറുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇൻസ്റ്റാ ID ഇടാറുണ്ട് ആൾക്കാർ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യുന്ന കുഴപ്പമില്ല. ഇപ്പൊ അങ്ങനെ കണക്ട് ചെയ്യുന്നത് തെറ്റുമല്ല. നമ്മൾ സ്വൈപ്പ് ചെയ്ത് വന്ന അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണെന്നുള്ള രീതിയിൽ ഇന്നത്തെ കുട്ടികൾക്ക് പറയാനുള്ള ഫ്രീഡം ഉള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പക്ഷേ ഈ ഓൺലൈനിലേക്ക് ഓഫ്ലൈനിലേക്ക് വന്നിട്ട്
സംസാരിക്കുന്ന രീതിയിൽ ഒരു മെച്ചം. അല്ല, ആളുകൾക്ക് നമ്മുടെ നാട്ടുകാർക്ക് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര സ്കില്ല് മോശമുള്ള ആൾക്കാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കാൻ അറിയത്തില്ല. എങ്ങനെ ഒരാളെ ഇല്ല, എനിക്ക് തോന്നുന്നു ആ ഒരു സാധനം എക്സ്പീരിയൻസിൽ നിന്ന് വരുന്ന ഒരു സാധനമാണ് അത്. നമുക്ക് ഫീമെയിൽസുമായിട്ട് അങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സംസാരിച്ചു വിടാന്നായിരുന്നല്ലോ. അതുകൊണ്ട് ആ എക്സ്പീരിയൻസ് അത് കാരണമാണ്. നിന്റെ അങ്ങനെ നാട്ടിലെ കാലഘട്ടത്തിൽ സ്കൂളിലാണ് പഠിച്ചത്. സംസാരിച്ചു വിടാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വീട്ടിൽ അല്ല, സ്കൂളിൽ പെൺകുട്ടികളില്ല. 4 വരെ പെൺകുട്ടികളോട് പഠിച്ചത്. അല്ല, നമ്മള് ജനറലി എന്റെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പെണ്ണുങ്ങളുടെ സംസാരിക്കണേ ഇങ്ങനെ ഒരു ലൈൻ അടിക്കാൻ വേണ്ടിയിട്ടാണ്. പെണ്ണുങ്ങളുള്ളൊരു കോൺസെപ്റ്റ് ഇപ്പൊ പുതിയ കോൺസെപ്റ്റാണ്. നമ്മുടെ സമയത്ത് കോൺസെപ്റ്റ് അത്ര ശരിയൊന്നുമല്ല. ഇത് പറഞ്ഞ് നമ്മൾ കട്ട് ചെയ്തത്. നീ വീണ്ടും പറയണ്ട, നമ്മൾ അവസാനം കട്ട് ചെയ്ത് പറഞ്ഞാലും ഇത്ര കിടന്നോട്ടെ. നമ്മുടെ സമയത്തും ഭയങ്കര സീരിയസ് ആണ്. അതായത് ഒരു പെണ്ണും ആണെന്ന് നമ്മൾ സംസാരിച്ച് എന്തോ ഉണ്ടെന്നുള്ള എല്ലാവരും നോക്കൂ. ആൻഡ് സോക്കോൾഡ് മെച്യൂർ അധ്യാപകർ പോലും എന്തിനാണ് സംസാരിക്കുന്നത്, എന്നെയൊക്കെ വിളിച്ചിട്ട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനാ ആ പെൺകുട്ടിയോട് വല്ലാതെ ചിരിച്ചു കുഴഞ്ഞ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ എല്ലാ പെൺകുട്ടികളും ചിരിച്ചു കുഴഞ്ഞ് സംസാരിക്കുന്നത്. ഇവരിത് ഇപ്പോൾ ഈ കൊച്ചിൻ്റെ കൂടെ ഇന്നും എനിക്ക് ആ പ്രശ്നമുണ്ട്. ഭാർഗവി ടീച്ചറോട് ഞാൻ ഇതുപോലെ ചിരിച്ചു കുഴച്ച് സംസാരിച്ചപ്പോൾ നിങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ, എന്താ ഇവളോടായ. അപ്പോൾ എന്നെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോടെ ഇവർ കാണുന്നത്. അപ്പം അവർ വിളിച്ച് ചോദിക്കും, എന്താ അങ്ങനെ വല്ലാത്ത ചിരിയും സംസാരവും ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഈ പ്രായം കഴിഞ്ഞ് വന്നാണ്. ഓ, നിങ്ങൾ ഈ പ്രായം ശരിക്കും കഴിഞ്ഞില്ല, അതാണ് പ്രശ്നം. അന്ന് അത്ര സീരിയസ് സാധനമായിരുന്നു. അപ്പം ആൾക്കാർക്ക് സംസാരിക്കാൻ ഈ പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം അന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നില്ല ആ പ്രശ്നം ഉണ്ടെന്ന്. ഇന്നത്തെ പിള്ളേർക്ക് ആക്ച്വലി ഇപ്പൊ തന്നെ ചില പേരൻസ് തന്നെ ഇപ്പൊ US പോലെ തന്നെ ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ വീട്ടിൽ എന്ന് വെച്ചാൽ ഡിന്നറിന് കൊണ്ടുവരാം. വീട്ടിലെ പേരൻസ് തന്നെ ചോദിക്കും ഗേൾ ഫ്രണ്ട് ഉണ്ടോ, അവര് ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പറയും. അധ്യാപകരും അങ്ങനെ പിള്ളേർക്ക് ആ ഒരു പ്രഷറുണ്ട് കേട്ടോ, ഗേൾ ഫ്രണ്ട് ഉണ്ടാക്കാൻ. ഈ ഓൺലൈൻ ഡേറ്റിംഗ് അവരെ സഹായിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം സ്കൂൾ പിള്ളേർക്കൊന്നും ആവശ്യമില്ലല്ലോ. അവർക്ക് അവരുടേതായ ഒരു സർക്കിൾ എപ്പോഴും അവൈലബിലിറ്റി. ഈ സാധനം ഒരു കോളേജ് കഴിഞ്ഞിട്ട് ഇപ്പൊ സ്കൂളിൽ മറ്റേ പ്രോം പരിപാടിയൊക്കെ ഉണ്ട് ഇന്ത്യൻ സ്കൂളുകളിൽ. മറ്റേ പ്രോം എന്ന് വെച്ചാൽ മറ്റേ ഈ US സിനിമകളിൽ അവസാനം കണ്ടിട്ടില്ലേ, ഒരു ഡാൻസ് കളിക്കാൻ കാണിക്കുന്നുണ്ടല്ലോ. അതെ, അതുപോലെ ഇപ്പൊ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉണ്ട്. എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ റിലേഷൻഷിപ്പ് വേണമെന്ന് തോന്നുന്നു. നോക്കാൻ ഒരാൾ മതി അല്ലേ സ്കൂളിൽ പോ എന്ന് വെച്ചാൽ ചുമ്മാ വായി നോക്കാൻ, അല്ലെങ്കിൽ വൺ സൈഡ് ലവ് പരിപാടി മതി എന്ന് തോന്നുന്നു. നമുക്ക് നമുക്കുള്ള അറിവിന്റെ ഇതിൽ വെച്ച് നമുക്ക് പറയാനേ പറ്റുള്ളൂ. പക്ഷെ സ്കൂളിൽ നിന്ന് എന്താ നടക്കുന്നത് ഇപ്പോഴത്തെ അല്ല, നമ്മുടെ സ്കൂൾ സമയത്ത് എൻ്റെ കൂട്ടുകാരന് ഇങ്ങനെ റിലേഷൻഷിപ്പ് സെറ്റായിട്ടേ ഇല്ല. പക്ഷെ ഒരെണ്ണം ഇങ്ങനെ റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത വൺ സൈഡ് ലവ്, അടുത്ത ആളെ തപ്പി പിടിക്കാനും പിള്ളേരുടെ കോളേജിലൊക്കെ വരാൻ ഫ്രണ്ട്സ് ആ ഒരു പരിപാടിയാണ്. എൻ്റെ ഒരു കൂട്ടുകാരന് നല്ല അറ്റൻഡൻസ് ഉണ്ടായിരുന്നു കാരണം ഒരു വൺ സൈഡ് ലവ് കാരണം. എന്നും നോക്കിയല്ലെങ്കിൽ വെറുതെ ആ ക്ലാസ്സിൽ വന്നിരിക്കുന്ന അവളെ നോക്കിക്കൊണ്ടിരിക്കാനാണ്. ആകെ കുറച്ച് പെൺപിള്ളേരുള്ളൂ. അല്ല, സ്കൂളും കോളേജും കഴിഞ്ഞ് ഇങ്ങനെ പ്രശ്നമുണ്ട്. നമ്മുടെ സർക്കിളിൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് പെൺകുട്ടികൾ അല്ലെങ്കിൽ നമുക്ക് ഡേറ്റിങ്ങിനോ അല്ലെങ്കിൽ അങ്ങനെ നോക്കാനും പറ്റുന്ന പെൺകുട്ടികളുടെ ഒരു സർക്കിൾ കുറയും. പോലുള്ള ആൾക്കാർക്ക് ഇപ്പൊ സിംഗിൾ ആണെങ്കിൽ ഓൺലൈൻ ഡേറ്റിംഗ് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ. ഈ ഡേറ്റിംഗ് ആപ്പുകളൊക്കെ വന്ന് പരിചയപ്പെടുന്നതിന് മുമ്പ് വിവാഹം കഴിച്ച് നിനക്ക് വിഷമമുണ്ടോ? സത്യം പറഞ്ഞാൽ നീ കല്യാണം കഴിക്കുന്ന ഡേറ്റിംഗ് ആപ്പ് ഇവിടെ പോപ്പുലർ ആണ്. നീ എന്തുകൊണ്ട് ഉപയോഗിക്കാഞ്ഞത്? ഇല്ല, ആ സമയത്ത് ഡേറ്റിംഗ് ആപ്പ് ഒന്നും അത്ര ജോണേ, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായി? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലമായി. ഞാൻ ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ചിട്ട് 10 കൂടുതൽ കൊല്ലമായിട്ടുണ്ടല്ലോ. പക്ഷെ എനിക്ക് ആ ഒരു വെളിച്ചം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ജോൺ അന്ന് ഒരു ഭാര്യ ഉണ്ടായിരുന്നുള്ളൂ. സിനിമ സ്മാർട്ട് ഫോൺ നിന്റെ കയ്യിൽ കിട്ടിയിട്ട് എത്ര കൊല്ലമായി? സ്മാർട്ട് ഫോണൊക്കെ എത്ര കാലമായി? വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതെല്ലാം ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ സമയത്ത് പോലെ ടിൻഡറൊക്കെ ഇൻസ്റ്റാൾ ചെയ്തൊക്കെ നോക്കിയിട്ടൊക്കെ ഉണ്ട്. ഇത് ഞാൻ ചോദിച്ചപ്പോ ഇല്ലെന്നല്ലടാ പറഞ്ഞു. ഇല്ലെന്ന് പറഞ്ഞു. അല്ല, എന്ത് നീ ഓൺലൈൻ അല്ല ഇത് യൂസ് ചെയ്തിട്ടുണ്ടോന്നല്ലേ ചോദിച്ചത്? അപ്പൊ നീ ഇപ്പൊ എന്താ അതില് ഒരു ഞാൻ കിട്ടിയോ ഇല്ലയോ ഞാൻ ചോദിച്ചില്ല. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിൽ ഈ പറഞ്ഞ പോലെ തൈലൻഡ് ഇതൊക്കെ തന്നെ ഉള്ളൂ. ടിൻഡർ ആ സമയത്ത് ഭയങ്കര നൊട്ടോറിയസ് ആയിരുന്നു. അതൊക്കെ ഏത് കാലം. പിന്നെ മറ്റൊരു കാര്യം, ക്യൂരിയോസിറ്റിക്ക് നീ യൂസ് ചെയ്തിട്ടുണ്ട്? അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ തന്നെ. ക്യൂരിയോസിറ്റിക്ക് ആണെങ്കിൽ യൂസ് ചെയ്യും. അതില് അല്ല, ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടണമെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള ഒരു കാര്യമാണ്. എന്ത് ഇൻവെസ്റ്റ്മെന്റ്? ഡേറ്റിംഗ്. സമയം മാത്രമല്ല, കയ്യിൽ ഇറങ്ങി പുറത്തേക്ക് പോകണമെങ്കിൽ അകത്തിരിക്കുന്നതിന് പൈസ ചെലവൊന്നുമില്ല. ഫോണും കൊണ്ട് അകത്തിരിക്കുന്നതിന് ചെലവൊന്നുമില്ല. ഇത് കഴിഞ്ഞത് സെറ്റായാലല്ല പുറത്തേക്ക് പോയിട്ട് പൈസ വേണം. പുറത്തേക്ക് പോകണമെങ്കിൽ ഇത് ഫോണിൽ സ്വൈപ്പ് ചെയ്യുന്നതിന് 10 പൈസ ചെലവില്ലല്ലോ. ഇല്ല, എന്നാലും ആ സമയത്ത് ഇല്ലടാ, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് ഞാൻ ഈ പറഞ്ഞിട്ട് ഇവൻ പറയണത് ഈ സാധനം ആക്റ്റീവ് ആയിരുന്നിട്ടുള്ള സമയത്ത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇവൻ യൂസ് ചെയ്ത സമയത്ത് ഇത് ടിൻഡർ ആക്റ്റീവ് അല്ലായിരുന്നു പറയുന്നത്. അതായത് 10 കൊല്ലം മുന്നേ ആയിരിക്കും. അതായത് കൂട്ടുകാരൻ ബെഞ്ചിത്തുണ്ട്, അവനാണ് ഈ വക സാധനങ്ങൾ ഓരോന്ന് പറഞ്ഞിരുന്നത്. ഇതുണ്ടോ അതിന് വീചാറ്റ് എന്നൊക്കെ പറഞ്ഞൊരു സാധനം. അതായത് ഈ റേഡിയസിലുള്ളവരായിരിക്കും.
WeChat ഞാൻ അതുപോലെ അതൊരു ചൈനീസ് ആപ്പ് എന്തൊക്കെയാണ് അത്. ചൈനീസ് ആപ്പ് നിരോധിച്ചപ്പോൾ കുറെ സാധനം പോയി. ടൻടാൻ എന്നൊരു ആപ്പ് ഉണ്ട്. ടൻടാൻ ആപ്പ് നല്ല കിട്ടില്ല. അടുത്ത് ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് മാച്ച് ടെൻറ്റനൊക്കെ നല്ല എനിക്ക് ശരിക്കും ടിൻഡറിനേക്കാൾ കൂടുതൽ മാച്ച് കിട്ടിയിരുന്നത് ടെൻറ്റനിലായിരുന്നു. ടെൻറ്റൻ അതാണെങ്കിൽ അവർ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറവുള്ളവരായതുകൊണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷനൊക്കെ പ്രീ ഫ്രെയിംഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ കുറേ നേരം ഈ ക്വസ്റ്റ്യൻസ് വെച്ച് സംസാരിച്ച് കളിച്ചു വന്നാൽ അവർ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി തരും. നമ്മൾ അത് അങ്ങോട്ട് ഇട്ടാൽ മതി. അതിൽ നിന്ന് അവർക്ക് മറുപടി അയക്കാം, അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് സാധാരണഗതിയിൽ പരിചയപ്പെടുന്നവർ തമ്മിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറേ ക്വസ്റ്റ്യൻസ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അപ്പൊ തന്നെ അവിടെ കാണിക്കുന്ന ഒരു ആപ്പ് ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ആപ്പ് ഉണ്ട്. അതായത് നമ്മളിവിടെ ടൈപ്പ് ചെയ്യില്ലേ, അത് ഭയങ്കര പ്രശ്നമാണ്. അത് അതേപോലെ തന്നെ അവർക്ക് നമ്മൾ ടൈപ്പ് ചെയ്തോണ്ടിരിക്കുന്ന അവിടെ വരും. അത് അപ്പൊ ഞാൻ ടൈപ്പിംഗ് നിർത്തി കാണില്ല, നമ്മൾ ടൈപ്പ് ചെയ്യണം. എഴുതി കാണിക്കില്ല. അത് അപകടം പിടിച്ച ആപ്പ് എല്ലാം ആണോ പറയാൻ പാടില്ലാത്തായിരുന്നു. ഞാനിത് കഴിഞ്ഞ ദിവസം ഒരു ആപ്പ് കണ്ടിട്ട് മിങ്ക് ഔട്ട് എന്ന് പറഞ്ഞൊരു പുതിയ. നീ കമ്മിറ്റഡ് അല്ലേ? ഞാൻ കമ്മിറ്റഡ് ആണ്. ഞാൻ ആ ഡേറ്റിംഗ് ആപ്പിന്റെ ഐഡിയ അടിപൊളിയാണ്. ഞാനല്ല പിന്നെ ഇല്ല, ഞാൻ ആ ഡേറ്റിംഗ് ആപ്പിനെ പറ്റി വായിച്ചു. അപ്പൊ അതിന്റെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ല, ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഈ ആപ്പില് ഇപ്പോ മറൈൻ ഡ്രൈവിൽ ഒരു വാക്ക്, അങ്ങനെ അവരൊരു ക്യൂറേറ്റഡ് എക്സ്പീരിയൻസ് ഉണ്ടാക്കി വെക്കും. അതിലിപ്പോ ഞാനും വേറൊരു പെണ്ണും കൂടെ മാച്ച് ചെയ്യുവാണെങ്കിൽ രണ്ടിലും നമ്മൾ ഒരേ എക്സ്പീരിയൻസ് സ്വൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മളെ മാച്ച് ചെയ്യും. മനസ്സിലായല്ലേ? അത് നല്ലൊരു കോൺസെപ്റ്റ് അല്ലേ? ഡേറ്റ് എന്ന് പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ആണ്, ഒരു വ്യക്തി. അതായത് നമ്മള് കൊടുത്തിട്ടുള്ള നമ്മുടെ അല്ല, അവര് കുറെ എക്സ്പീരിയൻസസ് ഇതുപോലെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബുക്ക് ഷോപ്പിൽ 2 മണിക്കൂർ ഇരുന്ന് ബുക്ക് വായിക്കുക. അവരതിൻ്റെ അറൗണ്ട് ഒരു ആക്ടിവിറ്റിയും കൂടെ ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇവന്റിന് പോവുക, അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി അവർ ഇതുവരെ സെല്ല് ചെയ്യും. അത് രണ്ടുപേരും തമ്മിൽ, അപ്പോൾ ആ ആക്ടിവിറ്റിയിൽ ബേസിക്കലി ഒരു കപ്പിൾ ചെയ്യേണ്ട ആക്ടിവിറ്റി ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റിയിൽ ഒരു 2 കപ്പിൾസും, അതായത് ഞാനും വേറൊരു പെണ്ണും കൂടെ അതിൽ രണ്ടുപേരും നമ്മൾ അതിൽ ഒരേ സാധനത്തിൽ സ്വൈപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മൾ മാച്ചായി നമ്മൾ ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. ഇനിയുള്ള കാലത്ത് അറേഞ്ച് മാരേജുകൾ വളരെ കുറവായിരിക്കും എന്ന് തോന്നുന്നില്ല. ആൾക്കാർ ബംബിളൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ അറേഞ്ച്ഡ് മാരേജ് ചിലപ്പോൾ, കാരണം ഇപ്പൊ തന്നെ ചില പെണ്ണുങ്ങൾ ഭയങ്കര ക്ലിയർ ആയിട്ട് ഡേറ്റിംഗിന് വരുമ്പോഴേ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ബംബിൾ മാച്ചസ് ആൾക്കാർ കല്യാണത്തെ കൺവേർട്ട് ചെയ്യുന്നത് അറേഞ്ച്ഡ് മാരേജിലേക്ക് എത്തിക്കാറുണ്ട്. ഈ കല്യാണം എന്ന് പറഞ്ഞാൽ അറേഞ്ച് ചെയ്യാതെ കല്യാണം ഉണ്ടാകത്തില്ല. നമ്മൾ ഈ ലവ് മാരേജ് എന്ന് പേരൻസ് നോക്കി സെറ്റ് ആക്കി തരൂല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതന്നെ, ആൾക്കാർ പണ്ട് പേരൻസ് അത് കുറെ കണ്ടുപിടിക്കുന്ന പരിപാടി. പക്ഷെ അത് ചിലർക്ക് നല്ലതല്ല, ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആയ ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടല്ലേ മറ്റേ കല്യാണം കഴിക്കാൻ. അല്ല, ഞാൻ മഹാദേവന്റെ അഭിപ്രായം ചോദിച്ചാണ്. അല്ലെ, ഇൻട്രോവേർട്ടഡ് ആൾക്കാർക്ക്, അതായത് പണ്ടൊരു സേഫ്റ്റി ഉണ്ട്, വീട്ടുകാരെങ്കിലും കണ്ടുപിടിച്ചത്. പണ്ടൊരു സമയത്ത് ഇവിടെ പലർക്കും പെണ്ണ് കിട്ടിയത് തന്നെ വീട്ടുകാരെങ്കിലും അറേഞ്ച് മാരേജ് കാശിന്റെ ഒരു സെറ്റപ്പ് ഉള്ളതുകൊണ്ട്, ഇല്ലെങ്കിൽ പെണ്ണ് കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അത് ഞാൻ ജോണിനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ജനറലി ഭയങ്കര കമ്മ്യൂണിക്കേഷൻ സ്കിൽ മോശമായിട്ടുള്ള ആൾക്കാർ, അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു ആൾക്കാർ. എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ അറേഞ്ച് മാരേജിൽ നമ്മൾ കണ്ടിട്ടേ ഇല്ല, കല്യാണത്തിനാണ് ആദ്യം കാണുന്നത്, ആ ഒരു സാധനം ഉണ്ടാവില്ല. പക്ഷെ ഈ ചില എല്ലാ ഡേറ്റിംഗ് ആപ്സിന്റെയും പ്രോമിസ് എന്ന് പറയുന്നത് ഡിസൈൻ ടു ഡിലീറ്റ് എന്നാണ്. അതായത് നിങ്ങൾ ഈ ആപ്പിന്റെ സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ആപ്പിനെ ഉപയോഗിക്കാതെ ഇരിക്കേണ്ടി വരും. നമുക്കൊരു ലൈഫ് പാർട്ട്ണറിനെ കണ്ടുപിടിക്കാമെന്ന് തന്നെയാണ് 90% ആപ്പുകളും അഡ്വർടൈസ് ചെയ്യുന്നത്. ഇപ്പൊ ഹിഞ്ച്, ഐല്, ഡിലീറ്റ് ടുഗദർ അല്ലേ? ഡിലീറ്റ് ടുഗദർ. അതെ, എന്തൊരു മോശം കോൺസെപ്റ്റ് അല്ലേ? അത് നിന്റെ ഒരു ഇതിന്റെ ഉള്ളിൽ വരില്ല അല്ലേ? പക്ഷെ അല്ലാതെ കാഷ്വൽ ഡേറ്റിംഗിൽ ഇപ്പൊ ടാർഗറ്റ് ചെയ്യുന്ന ആപ്പുകൾ ഭയങ്കര കുറവാണ്. അപ്പോൾ അങ്ങനെ ഡേറ്റിംഗ് ഫോർ ദ സേക്ക് ഓഫ് ഡേറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. അനീസിക്ക മാത്രമേ എനിക്കറിയാവുള്ളൂ. അത് ചുമ്മാ നമ്മള് ചുമ്മാ പറയുന്നത്, നമ്മൾ നമ്മുടെ ഇപ്പൊ കമ്മിറ്റഡ് ആയിരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ പറഞ്ഞേ പറ്റത്തുള്ളൂ എന്നുള്ള ഇതിന്റെ പുറത്ത് പറയുന്നത്. അങ്ങനെയല്ലടാ, ഞാൻ അവനെ തന്നെ പറഞ്ഞത്. നീ കമ്മിറ്റഡ് അല്ലല്ലോ, നീ കല്യാണം കഴിച്ചല്ലേ. ഇപ്പൊ നീ പറഞ്ഞതാ, ഞാൻ ദീപുവിനെ പറഞ്ഞത്. കമ്മിറ്റഡ് വേറെ, കല്യാണം വേറെ. കല്യാണം ഞാൻ കഴിഞ്ഞു, ഇനി നിനക്ക് വീണ്ടും ആദ്യം സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. മാരേജ് ലൈസൻസ് ഫോർ ആൻ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്നാണല്ലോ. അപ്പൊ നിനക്ക് ഇനി ഡേറ്റ് ചെയ്ത് തുടങ്ങാം. ദീപു അങ്ങനല്ല, ദീപിനി കമ്മിറ്റ്മെന്റ് കാണിച്ച് അത് കല്യാണത്തിൽ എത്തിച്ച് ആ കൊച്ചിനെ പറ്റിച്ച് കെട്ടിച്ച് ആ കല്യാണം മുടങ്ങി അവിടെ സ്റ്റാൻഡപ്പ് കോമഡി നടത്തി, പിന്നെ അടുത്ത ഡേറ്റ് പിടിച്ച്. ഇവന്റെ പ്രോസസ്സ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അങ്ങനെ ഡേറ്റിംഗ് കല്യാണത്തിന് വേണ്ടിയാണെങ്കിൽ ഡേറ്റിംഗ് ആപ്പുകാർക്ക് കച്ചവടം കുറയത്തില്ലടാ. അല്ലടാ, ആൾക്കാരുണ്ടാ, എത്ര പുതിയ കസ്റ്റമർ വരുന്നു. നാളെ +2 ഇറങ്ങണ ഒരു 15 കസ്റ്റമറാ. അതല്ല, ഡിവോഴ്സ് റേറ്റ് കൂടുകയും ചെയ്യുവാണല്ലോ നമ്മുടെ സൊസൈറ്റി. 5 വർഷത്തിൽ ആ കസ്റ്റമർ പോയിട്ട് തിരിച്ചു വരും.
ജോണിന് 2 വർഷമായതേ ഉള്ളൂ. അങ്ങനെയൊക്കെ വരുമ്പോൾ ആക്ച്വലി ആൾക്കാർക്ക് സ്വയമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് ഒരു ബെറ്റർ ഓപ്ഷൻ. എനിക്ക് ബമ്പിൾ ഒരു കല്യാണം വരെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതെ, നിന്റെ കാഷ്വൽ ഡേറ്റിംഗ് ചെയ്യാൻ പറ്റാത്തതാണെന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ച എല്ലാം പുള്ളിയുടെ ലൈഫ് നടന്നിട്ടുണ്ടല്ലേ. ഡൽഹി ചുറ്റൊക്കെ തന്നെ നടന്നു, കല്യാണം എത്തി, കുറച്ച് പീരീഡ് കഴിഞ്ഞപ്പോൾ തിരിച്ച് ബമ്പിളി പോവുകയും ചെയ്തു. വീണ്ടും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആപ്പ് ഡിലീറ്റ് അല്ല, എന്റെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് നെവർ എൻഡിങ് പ്രോസസ്സാണ്. ഞാൻ ഇവൻ ഈ പറഞ്ഞ ബമ്പിളിന്ന് കല്യാണത്തിലേക്ക് എത്തിയ പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സിന്റെ ഇടയ്ക്ക് എവിടെയോ വെച്ച് ദീപ് ബമ്പിൾ യൂസ് ചെയ്യുന്നതിന് അവർ തമ്മിൽ വഴക്കിടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇവന്റെ ഇടയിൽ എപ്പോഴും ബമ്പിൾ യൂസ് ചെയ്തു. അതെനിക്ക് ഓർമ്മയുണ്ട്, ഈ കഥ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു കഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോഡ്കാസ്റ്റിൽ ഒരു പെൺകുട്ടിയും കൂടി വേണമായിരുന്നു, അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. നമുക്ക് കഴിഞ്ഞ പോഡ്കാസ്റ്റിന് അടിയിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഐ വാണ്ടഡ് ടു ടോക്ക് ടുഗദർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അത് ഞാൻ റിപ്ലൈ ചെയ്തില്ല. നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്ത് നമ്മുടെ പോഡ്കാസ്റ്റിന് നമ്മൾ ഓൾറെഡി സെലിബ്രിറ്റീസിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു എപ്പിസോഡ് നമുക്ക് കൗണ്ടർ കൾച്ചർ സെലിബ്രിറ്റീസ് നമ്മുടെ അടുത്ത് വരാൻ പേടിക്കുന്നുണ്ട്. സിനിമയൊന്നുമല്ല, 4 വർഷത്തിൽ ഒരിക്കലും അത് ഇറക്കുള്ളൂ. അത് ഇറക്കുന്നത് അങ്ങനെ ക്വാളിറ്റി സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇറക്കത്തുള്ളൂ എന്നുള്ള നമുക്കൊരു 20,000 രൂപയ്ക്കൊക്കെ ആ സ്റ്റുഡിയോ പെയിന്റ് ചെയ്യിപ്പിച്ചല്ലേ, അല്ല അവസരം കൊടുക്കാല്ലേ. ഓരോ പൈസ വാങ്ങിച്ചിട്ട് ആൾക്കാർക്ക് നമ്മുടെ പോഡ്കാസ്റ്റ് ഇരിക്കുകയാണ്. എൻ്റെ അടുത്ത് എൻ്റെ ഒരു ബമ്പിൾ ഡേറ്റ് ചോദിച്ചായിരുന്നു എന്നെ, നിങ്ങളുടെ ടേബിളിന്റെ നടുക്ക് എനിക്കിരിക്കണം എന്ന് വെച്ചാൽ അല്ല, പുള്ളിക്കാരി ലിറ്ററലി പറഞ്ഞ നിങ്ങൾ 4 പേരും ഇങ്ങനെ നമ്മള് 4 പേര് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അതായത് പുള്ളിക്കാരിക്ക് ചുറ്റും ഇങ്ങനെ തിരിഞ്ഞ് സംസാരിക്കണം. ഇവിടെ പുള്ളിക്കാരിക്ക് ഇത് ടേബിളിന് നടുക്ക് ഇരുന്നോട്ട് നമ്മളോട് സംസാരിക്കണം എന്ന് പറഞ്ഞായിരുന്നു. 20,000 ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, വേണമെങ്കിൽ ഉള്ള നിർത്താന്നല്ലേ. അനീസിക്കയുടെ ഏറ്റവും അല്ല, ഇതില് കാണുന്ന പുരുഷന്മാർക്ക് ഉപകാരമുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടാവട്ടെ. അതായത് പെൺകുട്ടികളൊരു ഈ ബമ്പിൾ പ്രൊഫൈലില്, അതാ ഞാൻ പറഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ചോദിക്കാൻ എന്താണ് അവര്, നമ്മള് ഫീമെയിൽ ആണോ എന്ന് മാത്രം നോക്കണല്ലോ. ഒരു പെൺകുട്ടി നിങ്ങളുടെ ഡേറ്റിംഗ് അനുഭവത്തിൽ പറഞ്ഞിട്ടുള്ളത് നിന്റെ പ്രൊഫൈൽ അവർ സ്വൈപ്പ് ചെയ്യാനുണ്ടായ കാര്യം, അവരെന്താ നോക്കുന്ന, അവർക്ക് ആക്ച്വലി എനിക്കൊന്ന് റൈറ്റ് സ്വൈപ്പ് ചെയ്യാണെങ്കിൽ അവർ കുറെ ചിന്തിച്ചിട്ട് ചെയ്യത്തുള്ളൂ. കാരണം അവർ ചെയ്യുന്നത് എന്തായാലും മാച്ച് ആയിരിക്കും. കാരണം അവർക്ക് എന്തൊക്കെ പോയിന്റ് ചിന്തിക്കാം, മെസ്സേജ് ചെയ്യണത് അവർക്ക് മെസ്സേജ് ചെയ്യണോ, അവിടെയും കുറെ ചിന്തിച്ചിട്ടാണ് അവർ മെസ്സേജ് നമുക്കൊക്കെ ഇത് അല്ല. അപ്പൊ അവര് സ്വൈപ്പ് ചെയ്യുന്നത് ഏതാണ് ആ ഒരു പോയിന്റ്? ഇവനൊക്കെ സ്വൈപ്പ് ചെയ്യണമെന്ന് തോന്നുന്ന പോയിന്റ് ദാരിദ്ര്യം. ഇല്ല, എനിക്ക് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന കുറച്ച് കൂടുതൽ മാച്ച് അറിയാവുന്ന ഒരു പോപ്പുലർ ഫേസ് ഡെഫിനറ്റ്ലി രീതിയിൽ മാച്ച് ഒരു സമയത്ത് കൂടുതൽ വരുന്നുണ്ടായിരുന്നു. ഈ ആൾക്കാരുടെ ഇത് IIT IIM അത് വെച്ച് മാച്ച് കൂടാറില്ല. അതില്ല, അത് എനിക്ക് അത് ഇമോഷണലി നീ എന്റെ അടുത്ത് ആൾക്കാർ പറയാം ഇത്രയൊക്കെ ക്വാളിഫിക്കേഷൻ പ്രൊഫൈൽ, അപ്പൊ ഞാൻ പ്രൊഫൈലിൽ വലുതായിട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കാരണം റെഡ് ഫ്ലാഗ് ആണ് ശരിക്കും. നേരത്തെ പറയണ്ടായിരുന്നു. സത്യം, അത് ആക്ച്വലി റെഡ് ഫ്ലാഗ് ആണ്. ഇത് ആൾക്കാർ പല ടൈപ്പ് അല്ലേ. ഇപ്പം ബമ്പിൾ യൂസ് ചെയ്യാനിരിക്കുന്ന മറ്റേ പെൺകുട്ടി അപ്പുറത്തെ സൈഡിലിരിക്കുന്ന ആളാണല്ലോ ഇത് തീരുമാനിക്കുന്നത്. അതൊരു ജനറൽ കാറ്റഗറി അല്ലല്ലോ, ഒരു ഇൻഡിവിജ്വൽ അല്ലേ. ആ പേഴ്സൺ എന്തിനാണ് ഇത് വരുന്നത് എന്നുള്ളതാണ് സത്യത്തിൽ അത് മാറ്റർ ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ ഈ ഇന്നൊരു പ്രൊഫൈലിനെ ഇങ്ങനെ നീക്കാം, ഇപ്പം നമ്മൾ കാണുന്നൊരു പെൺകുട്ടി ഇവൾ ഇങ്ങനെ ചിന്തിക്കുന്നത് ആർക്കും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ജനറൽ റൂൾസ് ഒന്നുമില്ല. പിന്നെ കുറേ ആൾക്കാർ എന്താ വൃത്തിയുള്ള ഫോട്ടോ ഇടുക, 1 2 എഴുതുമ്പോൾ നമ്മൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് തോന്നുന്ന വിധത്തിൽ ബയോയിൽ കിട്ടും. അത് നമുക്ക് വ്യക്തമായിട്ട് കണ്ടാൽ മനസ്സിലാവും. കുറെ ആൾക്കാർ അവരുടെ ബയോയിൽ പെൺകുട്ടികൾ ഇട്ടേക്കുന്നത് എനിക്ക് തന്നെ അറിയാം. ഇത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ ഗൂഗിളിൽ നിന്നോ അവർ എടുത്തിട്ടേക്കുന്ന നമുക്ക് തോന്നുന്ന വിധത്തിലായിട്ടേക്കുന്നത്. കാരണം മതി. ഞാൻ പറഞ്ഞില്ലേ, പെണ്ണുങ്ങളുടെ ബയോ ആരും വായിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാൻ വായിക്കാറുണ്ടായിരുന്നു, എനിക്ക് സമയം ഇഷ്ടം പോലെ. എനിക്ക് ഏറ്റവും കോമഡി മറ്റേ അരിക എന്ന് പറയുന്ന ഡേറ്റിംഗ് ആപ്പ്. അതിനകത്ത് ഇതുപോലെ കുറെ ഈ നമ്മുടെ ഇഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ചിങ് ആണെന്ന് അറിയാൻ വേണ്ടി കോമൺ ആ ഇഷ്ടങ്ങൾ ചായ വടയൊക്കെ ഇഷ്ടമാണോ അതിനകത്തുള്ളത് മറ്റേ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കടി വിത്ത് ചായ എന്നൊക്കെ പഴംപൊരി ഇതൊക്കെ ആഗ്രഹം കാണുമ്പോഴും അപ്പൊ തന്നെ പറയണം ഫേവറേറ്റ് കടി കാരണമാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അല്ല, നമ്മൾ അത് ഓരോരുത്തരുടെ ടൈപ്പല്ല. അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഞാനാണ് അങ്ങനെ ഒരു സാധനത്തിന് ഇത് കൊടുക്കൂല. അപ്പം ഞാൻ അങ്ങനെ ഇട്ടേക്കുന്ന ഒരു പ്രൊഫൈൽ കണ്ടാൽ ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ ഒരു സെയിം സെറ്റ് മൈൻഡ് സെറ്റ് അല്ല
അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ആളല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു മാട്രിമോണിയുടെ ലൈറ്റർ വെർഷനാണ് അരികെ ഡേറ്റിംഗ് ഞാൻ പറഞ്ഞത് ആപ്പ്. മിക്ക ഡേറ്റിംഗ് ആപ്പുകളും മാട്രിമോണികളുടെ ഒരു ലൈറ്റർ വേർഷൻ തന്നെയാണ്. മാട്രിമോണി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അമ്മാവനും അമ്മായിയും അച്ഛനും അച്ഛൻ്റെ അച്ഛൻ കൊച്ചച്ഛനും ചിറ്റപ്പനും ഒക്കെ കൂടി നടത്തുന്ന ഒരു സെറ്റപ്പാണ് മാട്രിമോണി. ഗോഡ് ഫിയറിംഗ് പേഴ്സൺ. അത് അരികെ എനിക്ക് അങ്ങോട്ടാ വാക്കിനോട് ഭയങ്കര ഒരു ഇത് തോന്നിയിട്ട്. ഗോഡ് ഫിയറിംഗ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഈ ദൈവത്തിന്റെ അങ്ങനെയാണോ ഈ ഗോഡ് ഫിയറിംഗ്? പണ്ടത്തെ മനോരമയ്ക്കകത്തൊക്കെ വരുന്ന ചെറിയ മാട്രിമോണി, ഗോഡ് ഫിയറിംഗ് ഗേൾ, അങ്ങനെ ഫെയർ സ്കിൻ, ഫെയർ സ്കിൻ്റെ ഒബീഡിയന്റ് എന്നൊക്കെ ആൾക്കാർ പണ്ട് എഴുതുമായിരുന്നു. അനുസരണയുള്ള വീടിന്റെ കുടുംബത്തിൽ നിൽക്കാൻ കൊള്ളാവുന്ന കുട്ടികൾ എന്നൊക്കെ തന്നെ അങ്ങനെ എഴുതുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഫാമിലി ഏതൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിലും പുറത്ത് പറയാറില്ലെങ്കിലും സത്യത്തിൽ പല ഫാമിലീസ് അതൊക്കെ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. എനിക്ക് ആ വാക്കാണ് ഗോഡ് ഫിയറിംഗ്. ഗോഡ് ഫിയറിംഗ്, ദൈവഭക്തി അല്ല, ദൈവഭയം. ദൈവഭയമുള്ള കുട്ടി, അതായത് വേറെ തെറ്റുകൾ ചെയ്യാൻ പാടില്ല അല്ലേ? ദൈവത്തിന് ഓർത്ത് നിങ്ങളത് ചെയ്യരുത്. കോക്കാനെ ഭയക്കാതെ ദൈവത്തിന് ഭയക്കണേ എന്നുള്ള ദൈവഭയമുള്ള കുട്ടി. ഡേറ്റിംഗ് ആപ്പ് നല്ലതാണ് സത്യത്തിൽ. ഞാൻ അത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് നല്ലതാണ് എല്ലാവർക്കും. അല്ലല്ല, അത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് എന്നാണ് ഞാൻ. അല്ല, ആൾക്കാർക്ക് അതിനകത്തൊരു ആൾക്കാർ ഇതിനെ ഈ പറഞ്ഞ പോലെ സെക്സിന് വേണ്ടി മാത്രമുള്ള ഒരു പ്ലാറ്റ്ഫോം ആ ഒരു സാധനത്തിൽ കാണുന്ന ആൾക്കാരുണ്ട്. അല്ല, ഇത് നമ്മൾ കൊച്ചിയിൽ ആ ഒരു സർക്കിളിൽ നിൽക്കുന്നുണ്ട്, നമുക്കത് വലിയതായിട്ട് തോന്നുന്നത്. ഇപ്പോഴും വേറെ അങ്ങോട്ടൊക്കെ ഇപ്പോൾ മിക്ക ജില്ലയൊന്നും അങ്ങനെ കാണാറില്ലല്ലോ. നമുക്കിപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റുന്ന മെട്രോ സിറ്റീസിൽ ഭയങ്കര കോമൺ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നത്, എല്ലാ സിറ്റീസും കിട്ടണമെന്നില്ല. ഞാൻ ഈ ടിൻഡർ ഉപയോഗിക്കുന്ന പറയുന്നത് ഞാൻ സമയത്ത് നാട്ടിൽ ജോലി ചെയ്യുന്ന സമയത്താണ്, പത്തനംതിട്ടയിലോ. അന്ന് എൻ്റെ ലൊക്കാലിറ്റിയിൽ എങ്ങും ഞാനൊരു മാച്ചോ അല്ലെങ്കിൽ ഒരു പ്രൊഫൈലോ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ പ്രൊഫൈൽ കാണാറുണ്ട്, നാട്ടിൽ പ്രൊഫൈൽ കാണാറുണ്ട്. മാച്ച് കിട്ടുന്ന കുറവായിരിക്കും, കിട്ടിയാലും മീറ്റ് ചെയ്യാൻ പറ്റുന്നത് കുറവായിരിക്കും. അവർ ജസ്റ്റ് ഇതെന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് വന്നിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അവർ പറയുന്ന ക്യൂരിയോസിറ്റി സത്യത്തിൽ എന്താണെന്ന് നമുക്കറിയത്തില്ല. അതാണ് നമുക്കത് ക്യൂരിയോസിറ്റിക്ക് വേണ്ടി നോക്കാറുണ്ട്. അല്ല, അവര് ചിലപ്പോ ഇനി എക്സെപ്ഷനലി ഭയങ്കര കിടിലോ ആരെങ്കിലും കിട്ടുമോ എന്ന് വിചാരിച്ച് നോക്കണായിരിക്കും അല്ലേ? അവർക്കും ഇല്ല ആഗ്രഹങ്ങള്. പിന്നെ ആൾക്കാർക്കൊരു അല്ല, അപ്പൊ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓപ്പണിംഗ് മൂവ്, എനിക്കൊരു ഓപ്പണിംഗ് മൂവ് നേരത്തെ ഉണ്ടായിരുന്ന ബമ്പിളിൽ പെണ്ണുങ്ങളുടെ ആദ്യത്തെ അക്ഷരം വരുമ്പോ അതെ, സ്റ്റാൻഡേർഡ് ഓപ്പണിംഗ് മൂവ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ചെസ് അറിയാമെങ്കിൽ ഞാൻ ആ മൂവ് പറഞ്ഞു. ഇപ്പം കൗണ്ടർ അടിച്ചിരുന്ന ജോൺ പറയുന്നത് ആ കൗണ്ടർ അടിക്കാനുള്ള വിവരം പോലും ജോണിനില്ലെന്നുള്ള. ജോണിന് മൂവ് മറ്റേ നടുവേദന ഈ പ്രായത്തിലുള്ള ഇനി ആ ഒരു പോക്കറ്റിലോട്ട് ഭയങ്കര നാറ്റമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഒരു സ്ഥിരം അല്ല, എനിക്ക് അങ്ങനെ സ്ഥിരം നമ്മൾ ഈ ഫോർമാറ്റിൽ കളിച്ച് മുന്നോട്ട് കൊണ്ടുവന്നാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ആക്ച്വലി ഞാൻ സ്റ്റാൻഡപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഒരിടത്ത് വർക്കായ സാധനം ഞാൻ മറ്റേ സ്ഥലത്തും പോയി അടിക്കാറുണ്ട് അല്ലെ? മൂന്നാമത്തെ ലൈനിൽ, നാലാമത്തെ ലൈനിൽ പെട്ടെന്ന് അവൻ ചെയ്യാറുണ്ട്. പേര് ഗസ്റ്റ് ചെയ്യുന്ന സാധനം. കാരണം ബമ്പിളിൽ ചില പ്രൊഫൈൽ അവർ പേര് ഹൈഡ് ചെയ്തിടണമെന്ന് വിചാരിച്ചാൽ അവർ കൊടുത്തേക്കുന്ന പേരിന്റെ ആദ്യത്തെ അക്ഷരമായിരിക്കും കാണിക്കുന്നത്. സാധനം നമ്മൾ ഒരു ലെവൽ ഓഫ് ചാറ്റ് കുറെ അങ്ങ് ചെയ്ത് പോയാൽ മതി. അതായത് ഇതൊരു 3-4 മണിക്കൂർ ചാറ്റ് ചെയ്താൽ നമുക്ക് നമ്പർ കിട്ടും. നമ്മൾ എന്ത് പറയുന്നല്ല, നമ്മളിത് എൻഗേജിങ് ആയിട്ട് കൊണ്ടിരുത്തണം, അത്രേ ഉള്ളൂ. അവർക്ക് സംസാരിക്കാൻ സമയം ഉണ്ടോന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും നമുക്ക് അതൊരു പോയിന്റ് ആയിട്ട് കാണുന്നവർക്ക് പറഞ്ഞു കൊടുത്തേക്ക് എൻഗേജിങ് ആയിട്ട്. അത് എൻഗേജിങ് ആയിരിക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹുക്ക് ഇട്ട് കൊടുക്കണം. അത് കറക്റ്റായിട്ട് നമ്മൾ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അവസാനിപ്പിക്കണം. ഇതിലിപ്പോൾ വിനായകൻ ചേട്ടൻ പണ്ട് പറഞ്ഞവരേ ഉള്ളൂ, ഇതൊരു സ്വയംവരം പരിപാടിയാണ്, ഇത് നമുക്ക് സത്യത്തിൽ വലിയ റോളില്ല, അവർ തീരുമാനിക്കുന്നത് ഇതിനകത്ത് എന്ത് നടക്കണം. ഇതെന്താണെന്ന് വെച്ചാൽ, നീ പെൺകുട്ടികളുടെ ബമ്പിൾ മാച്ച് പ്രൊഫൈൽ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ പ്രൊഫൈലിനകത്ത് അടി കാണിക്കുക 25 ലൈക്ക്, 12 മാച്ച് എന്ന്, 5000+ ലൈക്ക്. അതായത് അതാണ് മാക്സിമം ബമ്പിളിൽ കാണിക്കാൻ പറ്റുന്ന നമ്പർ. 5000+ ലൈക്സ്. അതായത് അവർ 5000 പ്രൊഫൈൽ തട്ടിയാൽ മാച്ച് ആകുന്ന 5000 പ്രൊഫൈൽ 500, 600, 1000 മാച്ചസ് എടുക്കും. നീ നാല് വാട്സപ്പിനകത്ത് 1000 മെസ്സേജസ് ഓപ്പൺ ആവാതെ കിടന്ന് നിനക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഈ കൺഫ്യൂഷനാണ് 90% പെൺകുട്ടികൾ നിൽക്കുന്നത്. അതിൽ നിന്ന് അവർ എങ്ങനെ സംസാരിക്കും, നിന്നൊക്കെ സെലക്ട് ചെയ്യണമെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഈ പറഞ്ഞ സ്വയംവരം അവർക്ക് തോന്നുകയാണ് നിന്നോട് സംസാരിക്കാൻ. അല്ലെ 1000 പേര് സംസാരിക്കാൻ നിൽക്കുമ്പോൾ നിന്നോട് എന്തിനു സംസാരിക്കാൻ ചോദ്യത്തിന് അവർക്ക് തോന്നുന്നു എന്നുള്ളതല്ലാതെ വേറെ ഒരു കാര്യമില്ല. അത് അവർക്ക് സെലിബ്രിറ്റിയും അല്ലേ? 4 എടാ ബമ്പിളിൽ എല്ലാ സെലിബ്രിറ്റിയും ഉണ്ട്. അവര് നമ്മളോട് സിനിമാ നടന്മാരെ മാച്ച് ചെയ്ത കാര്യം പറയും. മൂവി സ്റ്റാർസിനെ അവര് വലിയ സംഭവം കാണിക്കാൻ വേണ്ടി പറയുന്നത്. അനീസ് എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, കണ്ട് നിന്നാ. ഷൈൻ ടോം ചാക്കോ പറഞ്ഞിട്ടുണ്ട് പുള്ളി ബമ്പിൾ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആൾക്കാരുണ്ട്, ബമ്പിളിൽ ആൾക്കാരുണ്ട്. ഞാൻ ഒരുപാട് പ്രൊഫൈൽസ്, സെലിബ്രിറ്റി പ്രൊഫൈൽസ് കണ്ടിട്ടുണ്ട്. നമ്മളിതൊരു ഫീമെയിൽ സെലിബ്രിറ്റിനെ കണ്ടിട്ടില്ലല്ലോ അല്ലേ?
അതുകൊണ്ട് ഞാൻ ആ, കണ്ടിട്ടുണ്ട്. ഉണ്ട്, എനിക്ക് ഉണ്ട്. സിനിമ മാച്ച് വന്നിട്ടുണ്ട്. സിനിമ നടിയ സിനിമ മാച്ച് വന്നിട്ടുണ്ട്. മാച്ചും വന്നിട്ടുണ്ട്. സംസാരിച്ചിട്ടുണ്ട് ആൾക്കാർ. ഒരു പോപ്പുലർ സെലിബ്രിറ്റി. എനിക്ക് അതിന്റെ അപ്പുറം Popular. ചെറിയ രീതിയിൽ പോപ്പുലർ ആയിട്ടുള്ള സിനിമ. ഇപ്പൊ ഞാൻ ഷൈൻ ടോം ചാക്ക എന്ന് പറയുമ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ പൃഥ്വിരാജ് അവർ ആ ലെവലിലല്ല, അതിന് താഴെയാണ് ഷൈൻ ടോം ചാക്ക വരുന്നത്. ഇല്ല. അപ്പം ആ ലെവലിലുള്ള അപ്പൊ അനീസിക്കയുടെ ഓപ്പണിംഗ് മൂവ് എന്താണ് അത് പറയും? നിങ്ങളൊരു ഒരു സാധനം നിങ്ങൾ ഓപ്പണിംഗ് മൂവി അവരാദ്യം സംസാരിച്ചത് നമ്മളിത് മാച്ച് ചെയ്താൽ ആ പെൺകുട്ടി അല്ല നിങ്ങളിപ്പോ ആദ്യം ഹെലോ ആണ് അവരിങ്ങോട്ട് അവരെന്താണോ പറയുന്നത് അതിന്റെ ആ അപ്പൊ അവര് ഹായ് അയച്ചാൽ അവർ ഹായ് ഞാൻ ജസ്റ്റ് ഒരു ഹായ് മാത്രമേ ഞാൻ Attitude. ഞാൻ അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ ഉടനെ അത് പിടിച്ചിട്ട് ഓക്കെ എങ്ങനെ പിടിക്കാൻ. ഇപ്പൊ ചില ആൾക്കാർ ആദ്യമേ വന്നിട്ട് നമ്മളോട് ചോദിക്കും കണ്ടിട്ടുണ്ട് സ്റ്റാൻഡപ്പ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ ലെവലിൽ സംസാരിക്കുക. അതല്ല എങ്ങനെ അവർ ഈ ആ ഒരു മറ്റേ ആ ഒരു സാധനം ഉണ്ടല്ലോ, ഹായ് ഹലോ പിന്നെ ഹൗ ആർ യു അല്ലെങ്കിൽ ഹൗ യു ഡൂയിങ്, ആ സാധനം ആ ഒരു പാറ്റേണിൽ വന്നാൽ അത് ചിലപ്പോൾ അങ്ങനെ വന്നിട്ടൊരു ഒരു 10 അങ്ങോട്ടും ഇങ്ങോട്ടുള്ള 10 മെസ്സേജിൽ നിൽക്കും. അതല്ലാതെ പക്ഷേ ഫസ്റ്റ് സാധനം തന്നെ ചിലർ വെറുതെ എന്തെങ്കിലും സാധനം പറയും, അതേ നമ്മൾ തിരിച്ചൊരു സാധനം പറഞ്ഞാൽ പിന്നെ ആ കോൺവെർസേഷൻ നിൽക്കാതെ ഇങ്ങനെ പോകും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മുന്നോട്ട് പോകത്തുള്ളൂ തോന്നുന്നു. നമുക്ക് ഞാനൊന്നുമില്ല, അവര് നമ്മളോട് സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുന്നോട്ട് പോകും. അല്ലെങ്കിൽ അതിനപ്പുറത്ത് വേറൊന്നും ഇല്ലെന്ന് എനിക്ക് ഇല്ല. തോന്നുന്നു. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ഒരാള് ജസ്റ്റ് ചില പെണ്ണുങ്ങൾ വന്നിട്ട് 1 വേർഡ് ആൻസേഴ്സ് ഒക്കെ തരും, ഓക്കെ ഓക്കെ ബൈ അങ്ങനെയൊക്കെ. അങ്ങനത്തെ ഒരാൾ വരികയാണെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും അതായത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്ന ഒരാളാണെങ്കിൽ, അതായത് നിങ്ങളുടെ അപ്രോച്ച് എന്താണ്? കാണാൻ അത്ര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എഫേർട്ട് ഇട്ട് അവരോട് 2-3 സംസാരിക്കാൻ ട്രൈ ചെയ്യും. അപ്പൊ അവർ വീണ്ടും ഈ പറഞ്ഞ സംസാരിക്കാൻ താല്പര്യം നമുക്കറിയാം. അവർക്ക് അപ്പുറത്ത് 1344 സമയം കിട്ടുമ്പോഴാണ് റിപ്ലൈ ചെയ്യുന്നത്. ഇതിപ്പോ നമ്മൾ മെസ്സേജ് അയച്ച് നമ്മൾ ടോപ്പിൽ പോയി കിടക്കത്തില്ല. കാരണം അതുപോലെ വേറെ പിള്ളേർ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കില്ല. അപ്പൊ അവരുടെ ചാറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ നിറഞ്ഞിങ്ങനെ കിടക്കും. അതിന്റെ ഇടയ്ക്ക് അവർക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മുടെ സംസാരിക്കും. എനിക്ക് എപ്പോഴും തോന്നുന്നു പ്രീമിയത്തിന്റെ ബെനിഫിറ്റ് വരുന്നത് ഇവിടെയാണ് നിങ്ങൾ പ്രീമിയം ഉപയോഗിക്കേണ്ടത്. ബംബിൾ പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ ഇത് പരസ്യമാണെന്ന് ആൾക്കാർക്ക് തോന്നാത്ത വിധത്തിൽ പ്രസന്റ് ചെയ്യും. അതെ, നമ്മൾ കാശ് മേടിച്ചിട്ടുണ്ട്. ബംബിളിന്ന് 3 ലക്ഷം കിട്ടിയത് അത് പറയാൻ പറയാത്ത വിധത്തിൽ ഞാൻ പ്രസന്റ് ചെയ്യാൻ മതിയോ? അപ്പം 3 ലക്ഷം കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടൂലല്ലോ, നിങ്ങൾക്ക് 3 പേർക്കായിട്ട് കിട്ടിയതല്ലേ. അല്ല പ്രീമിയം ആണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ 5000-7500 ലൈക്കുള്ള പ്രൊഫൈലിലുള്ള പെൺകുട്ടിക്കാണേലും അവർ ഒരു തവണ ഈ ആപ്പ് ക്ലോസ് ചെയ്തിട്ട് രണ്ടാമത് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് സജഷൻ നമ്മുടെ ആയിരിക്കും. പ്രീമിയം മെമ്പർ സ്വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രീമിയം മെമ്പേഴ്സ് ആണ് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പ്രീമിയം എന്താ 99 രൂപയല്ലേ പ്രീമിയം? ചില സമയത്ത് ഓഫർ അടിക്കും അവര്. അനീസിക നിങ്ങൾ പെയ്ഡ് ചെയ്തിട്ടുണ്ട്? പെയ്ഡ് എന്താണ് ഓഫർ അടിക്കും. ബമ്പിൾ ചില സമയം നമുക്ക് ചുമ്മാ ഓഫർ തരും. ഇപ്പൊ ഇത് ചെയ്താ അതാ ഞാൻ ബമ്പിളിന്റെ ഒക്കെ പ്രീമിയം മെമ്പർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സൂപ്പർ സ്വൈപ്പ് നിങ്ങൾ അടിച്ചിട്ടുണ്ട്? സൂപ്പർ സ്വൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ അടിച്ചാൽ അത് ജോൺ അറിയാലോ, ഞാൻ പറയേണ്ട എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സൂപ്പർ സ്വൈപ്പ് എന്താണെന്ന് അറിഞ്ഞൂടെ? സൂപ്പർ സ്വൈപ്പ് പറയണിട്ടുണ്ട് സാധനം. അവർക്കൊരു മെസ്സേജ് ആയിട്ട് വന്ന് കിടക്കുന്നുണ്ട്, ഇത് തൊട്ടാ മതി മാച്ച് ആവുന്ന സാധനം അവർക്ക്. അതായത് നമ്മള് മാച്ച് ചെയ്ത് അവർക്ക് അറിയാൻ പറ്റും. മറ്റേത് ഈ പറയുന്ന ആരൊക്കെ തട്ടിയെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല. അത് ബമ്പിൾ പൈസ കൊടുത്താലേ കാണിക്കത്തുള്ളൂ. മറ്റേ സൂപ്പർ സ്വൈപ്പിനൊക്കെ ബെനിഫിറ്റ് ഉണ്ട്. സൂപ്പർ ഞാൻ ടിൻഡറിലിടയ്ക്ക് സൂപ്പർ സ്വൈപ്പ് അടിക്കുമായിരുന്നു. നീ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ? ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാശൊക്കെ വാങ്ങിച്ചത് ശമ്പളം കിട്ടിയ കുറെ പൈസ ഇങ്ങനെ കളഞ്ഞിട്ട് തന്നെ ഇനി ഇപ്പം ഒരു കല്യാണം മുടങ്ങി 2ാമത്തെ കല്യാണത്തിൽ എത്തി നിൽക്കുന്നത്. അതെ, അത് ഓൺലൈൻ അല്ല. അതെ. കറന്റ്ലി ദീപു ഇപ്പൊ നിൽക്കുന്ന സ്റ്റാറ്റസ് ഓൺലൈൻ ഡേറ്റിംഗിലല്ല നിൽക്കുന്നത്. അത് പ്യൂർലി ദീപുവിന്റെ ചില പ്രത്യേക സെറ്റ് സ്കിൽസ് കൊണ്ട് മാത്രം, സെറ്റ് ഓഫ് സ്കിൽസ് കൊണ്ട് സെറ്റ് ഓഫ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഓഫ് വിട്ടു പോയത്. അല്ല നമ്മള് എനിക്ക് തോന്നുന്നു ഞാൻ ഡേറ്റിംഗ് ആപ്പിൽ പോകുമ്പോൾ ഞാൻ കുറച്ചുകൂടെ സ്പീഡിൽ കാര്യങ്ങൾ നീക്കാൻ നോക്കും. അതുകൊണ്ട് മറ്റേ വ്യക്തിയെ നേരെ അറിയാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ തന്നെ കൊടുക്കാം. അതിന് മുന്നേ നീ കല്യാണത്തിന് കാര്യം പറയുന്നതാണോ? അതിന് മുമ്പ് അങ്ങനെ കല്യാണം കഴിച്ചാലോ സെപ്റ്റംബർ സമയത്തൊക്കെയാണ് പെട്ടെന്നാണ് ട്രിവാൻഡ്രം ക്ലബ്ബിൽ സ്ഥാനം ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. 10-11 അല്ലെങ്കിൽ അവിടെ ഒരു സ്റ്റാൻഡപ്പ് കോമഡി നടത്തി വെറുതെ നഷ്ടമാവും. ഈ ഓഫ്ലൈൻ ഡേറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫ്രണ്ട് എന്ന രീതിയിൽ കുറെ സംസാരിച്ച് അറിഞ്ഞിട്ടാണ്. ഇവൻ തുടക്കം തുടങ്ങി ഇല്ല അനീസിക, നിങ്ങളാണെങ്കിൽ നിങ്ങൾ പെണ്ണുങ്ങളുടെ പ്രൊഫൈലിൽ കണ്ട് നിങ്ങൾ സാധാരണ മിക്കതും വരുന്നത് എടുക്കാറുള്ള ഒരാളാണ്. എന്നാലും നിങ്ങളൊരു റെഡ് ഫ്ലാഗ് പറ, അത് ഭയങ്കര റെഡ് ഫ്ലാഗ് ആയിരിക്കും അല്ലേ? അതൊരുമാതിരി കടും ജോബായിരിക്കും. പറഞ്ഞ റെഡ് ഫ്ലാഗ് പറഞ്ഞു. റെഡ് ഫ്ലാഗ് പറയും. സത്യം പറയല്ലേ, കല്യാണം കഴിക്കണം എന്ന് പറയുന്ന റെഡ് ഫ്ലാഗ് എനിക്ക് അങ്ങനെ ഇല്ല. അത് റെഡ് ഫ്ലാഗ് അല്ല, അത് ആൾക്കാർ ബേസിക്കലി അവരുടെ പ്രൈമറി നീഡായിട്ട് ആൾക്കാർ മനസ്സിലാക്കി. പിന്നെ നീ അത് മുന്നോട്ട് കൊണ്ടുപോയില്ലല്ലോ. അല്ല, ഞാൻ മുന്നോട്ട് എനിക്കത് റെഡ് ഫ്ലാഗ് അല്ല. ഞാൻ പറഞ്ഞത് ഞാൻ ഇതിനല്ലെന്ന് പറയുമ്പോൾ അവർ മനസ്സിലാക്കി ഇത് റെഡ് ഫ്ലാഗ് ആണെന്ന്. അവർക്ക് ഞാൻ റെഡ് ഫ്ലാഗ് ആണ്, അവർ വിട്ടേച്ച് പോകുന്നുള്ളല്ലേ. ഞാൻ ഇത് ഒഴിഞ്ഞു പോകാന്നുള്ള ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് അറിയാലോ ഞാൻ റെഡ് ഫ്ലാഗ് ആണ്. മഹാദേവൻ ഈ വാഗ്ദാനം കൊടുത്ത് പറ്റിക്കുന്ന ആളാണോ? ചില സമയം ചോദിക്കണ്ട. ഞാനല്ല. ഈ പോഡ്കാസ്റ്റിൽ ബെസ്റ്റ് കോമഡി വന്നു കഴിഞ്ഞ് കട്ട് ചെയ്തോ? ഞാനല്ലെന്ന്, ഞാൻ വാഗ്ദാനം കൊടുത്ത് പറ്റിക്കുന്ന ആളല്ലെന്ന്. അവൻ പറ്റിക്കാറില്ല, അവനെ പറ്റിക്കാറ്. ഞാൻ അറിയാതെയാണ് വാഗ്ദാനം. ഇതിന് തന്നെ പറയുന്നത്.
പക്ഷേ ദീപ് പറ്റിക്കണം എന്ന് വിചാരിച്ചാൽ വാഗ്ദാനം കൊടുക്കും. പക്ഷേ ദീപ് വാഗ്ദാനം കൊടുക്കുന്നത് അറിഞ്ഞിട്ടല്ല. ദീപുവിൻ്റെ ഇതിലറിയാതെ വരുന്ന സാധനമാണ് ഫസ്റ്റ് മൂവ്. നമുക്ക് കല്യാണം കഴിച്ചാലോ എന്നാണ് ദീപുവിൻ്റെ ആദ്യത്തെ ചോദ്യം. അല്ലേ ദീപ് അങ്ങനെ അറിയാതെ പ്രഷറുണ്ട്. അതാണ് ഇവൻ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ട് 30-ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുന്നത്. അതെ, ഞാൻ ഇത്രയും കാമത്തിന്റെ ഇടയ്ക്ക് എന്റെ വീട്ടുകാരെ പറ്റി ഓർക്കുന്നുണ്ടെന്നുള്ള അന്ന് ഇന്ന് അത് തന്നെ പറഞ്ഞിരിക്കുന്നത്. 4350 ദിവസം കഴിഞ്ഞു 30 കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെയാ പറയുന്നത്. ആ ഒരു പ്രഷർ ഉള്ളതുകൊണ്ടാണ് ഞാൻ. അല്ല, ഞാനും ബേസിക്കലി കല്യാണമാണ് സംസാരിക്കുന്നത്. ആണല്ലേ, ഞാൻ അതൊഴിച്ച് ബാക്കി എല്ലാം സംസാരിക്കും. അതായത് സീരിയസ് റിലേഷൻഷിപ്പ് നോക്കാന്നുള്ള സ്കീമിലല്ല നോക്കുന്നത്. പക്ഷെ വർക്കാവാറില്ല എന്നുവെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ സംസാരിച്ച് വരുമ്പോൾ ചിലപ്പോൾ അത് പിന്നെ വർക്കാവത്തില്ല എന്ന് തോന്നുന്നു. ആ സംസാരിച്ച് തുടങ്ങുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം തന്നെ അല്ലേ. അല്ല, സംസാരം ഡബിൾ മീനിങ് പറയുന്നത്. ജോൺ പറയുന്നതൊക്കെ വേറെ ചിന്തിച്ചാണ്. ഇന്ന് ജോൺ നിന്നെ അടിക്കാൻ വേണ്ടി ഇരിക്കുന്ന മോഡാണ്. ഞാൻ നിഷ്കളങ്കനാണ്, എനിക്കിത് മനസ്സിലാവുന്നത് ഇയാൾ ഉദ്ദേശിക്കുന്നത്. ഇയാളെന്ന് മനുഷ്യരാ, ഇയാൾ വന്നപ്പോ തന്നെ അല്ലേ എന്റെ തലയിൽ എന്തെങ്കിലുമൊക്കെ അടിക്കാൻ വേണ്ടിയുള്ള എന്നുള്ള രീതിയിൽ ഇരിക്കുക. ഞാൻ ബേസിക്കലി ജോൺ അസൂയാണ്. അതായത് ജോണും നീ ഒരേപോലെ വളർന്നു വന്ന ആൾക്കാർ. കമ്പാരിറ്റീവ് ജോൺ അടിപൊളിയായിട്ട് വളർന്നിട്ട് നീ അതിന്റെ മുകളിൽ ഇപ്പൊ ഈ പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞതായിട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പൊ ആ സമയത്ത് അങ്ങനെ വന്ന ജോൺ എന്താ വിചാരിച്ചു, ഇതിൽ നിന്ന് പെട്ടെന്നൊരു പെണ്ണ് കെട്ടി സെറ്റിൽ ആവുന്ന. അപ്പൊ അവൻ നോക്കുമ്പോൾ മഹാദേവനാണെങ്കിൽ വളരെ കളർഫുൾ ആയിട്ട് ലൈഫായിട്ട് ജോൺ കമ്മിറ്റ്മെന്റിനകത്ത് ഒതുങ്ങിപ്പോയി. ഇപ്പൊ ജോൺ നോക്കുമ്പോൾ മണ്ടത്തരം പറ്റിപ്പോയോ എന്ന് ജോണിന് തോന്നുന്നു. അതുകൊണ്ട് ജോൺ സ്വാഭാവികമായിട്ട് ദേവനോട് ദേഷ്യം വരും. അപ്പൊ ദേവന് ഈ സമയത്ത് ആ താറടിക്കാനുള്ള സത്യമല്ലേ. നമ്മളൊക്കെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ ജോൺ കറക്റ്റ് ആയിട്ട് ഈ ഇപ്പോഴത്തെ ഏറ്റവും മികച്ച പ്രൊഫഷൻ ഡോക്ടർ. അപ്പോൾ അന്ന് വന്ന ഫേസ്ബുക്ക് മെസ്സേജസിൽ ഏറ്റവും നല്ല പ്രൊഫഷണൽ ആയ ഡോക്ടർ, അതിനെ കറക്റ്റായിട്ട് ബ്രെയിൻ വാഷ് ചെയ്യും. അതൊരു പാവം കുട്ടി, അതിന് ഈ ലോകം എന്താണെന്ന് അറിയാത്തൊരു കുട്ടി. അല്ല, ഒരു പോക്കർ കളി പോലെ. നമ്മളെ തിരിച്ച് മഹാദേവനിലേക്ക് പുള്ളിക്കാരി അനുസരിച്ച് മറ്റേ ഈയിടെ ഏതോ കണ്ടന്റ് ചെയ്തിട്ട് കലിപ്പായിട്ട് ചീത്ത വിളിച്ച് മെസ്സേജ് വെച്ചതാ ഫേസ്ബുക്കിൽ അല്ലേ. ആദ്യം ഇല്ല, അത് മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അത് പറഞ്ഞു ഒരു പ്രോഗ്രാമിന് വേണ്ടി വെറുതെ മെസ്സേജ് അയക്കും സെലിബ്രിറ്റീസ്. നമ്മൾ ഹരീഷ് രാമകൃഷ്ണൻ പോഡ്കാസ്റ്റിൽ പറഞ്ഞ, അതായത് സെലിബ്രിറ്റീസ് റിപ്ലൈ ചെയ്യും എന്നുള്ള തിരിച്ചറിവ് വീട്ടി അനുമതി. അപ്പോൾ ആദ്യം വിചാരിച്ചത് എനിക്കറിയാം സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ ബമ്പർ സീറ്റിലൊക്കെ അത് അവിടുന്ന് അയച്ചു നോക്കാന്ന്. സാധാരണ നമ്മൾ എന്താ ആദ്യം ദുൽഖർ സൽമാൻ അയക്കും, എന്നിട്ട് താഴേക്ക്. ഇതങ്ങനല്ല, പുള്ളി ലോ ലെവലിൽ നിന്ന് ജോൺ ജോയ്ക്ക് അയച്ചു, അപ്പം തന്നെ റിപ്ലൈ കിട്ടി. ജോൺ ജോ ആണെങ്കിൽ ആർക്ക് റിപ്ലൈ കൊടുക്കുമെന്ന് അറിയാൻ നിൽക്കുകയായിരുന്നു. അപ്പൊ ജോണിന് മനസ്സിലായി ഇത് ഡോക്ടറാണ്, ഇത് സെറ്റിൽമെന്റ് സ്കീമാണ്. ജോൺ നോക്കിയപ്പോൾ ഇത് ബെസ്റ്റ് ഓപ്ഷൻ. എനിക്ക് നിങ്ങളുടെ കണ്ടന്റ് ഒക്കെ ഇഷ്ടം, എനിക്കും ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ. ഇതൊക്കെ നിങ്ങളുടെ ഭാവനകളാണ്, പറഞ്ഞു തീരുമ്പോ പറ. അപ്പോൾ ഓൺലൈൻ ഡേറ്റിംഗ് നല്ലതാണ്. കാരണം ജോൺ സക്സസ്ഫുൾ ആയിട്ട് കാണിച്ചു തന്ന് ഓൺലൈൻ ഡേറ്റിംഗ് നല്ലതാണ്. ആൾക്കാർക്ക് പുറത്തിറങ്ങി, എനിക്കറിയത്തില്ല എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് ഓരോ സ്ഥലങ്ങളിലും നമുക്ക് ആൾക്കാരെ പരിചയപ്പെട്ട് ഒരാളോട് സംസാരിച്ച് ഇടപഴകാനുള്ള അവസരം ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ ഈ ബംബിള് പോലുള്ള പ്രൊഫൈൽസ് ഉണ്ടാക്കി ആൾക്കാരെ ഡേറ്റ് ചെയ്യുന്നതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഞാനും അങ്ങനെ ഒരാളെ നോക്കണമെന്നല്ല, ഞാൻ കുറേ നാൾ പരിചയപ്പെട്ട് സംസാരിച്ച് രണ്ട് കൂട്ടരുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങോട്ട് ഫ്രണ്ട്സ് ബംബിളിൽ നിന്നുണ്ടായിട്ടുണ്ട്. കുറെ നല്ല ഫ്രണ്ട്സ്, നല്ല ഹൈ ക്വാളിറ്റി മീറ്റിംഗ്സ് ഉണ്ടായിട്ടുണ്ട്. ഡേറ്റ് എന്ന് പറയാൻ പറ്റൂല, അവർക്ക് വർക്കൗട്ട് ആവാത്തതുകൊണ്ട് അതായത് നിന്നെ നല്ല സ്മാർട്ടായിട്ട് ഒഴിവാക്കിയിട്ടുള്ള ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. നമുക്ക് ആഗ്രഹിക്കുന്ന എല്ലാം നടക്കണം എന്ന് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് കിട്ടുന്നതിൽ നമ്മൾ സന്തോഷനായിരിക്കുക എന്നുള്ളതാണ്. മറ്റേതെല്ലാം ഒരു ലേണിംഗ് എക്സ്പീരിയൻസ്. ഒരാളെ കാണാൻ ഓരോന്ന് കഴിയുമ്പോഴേ ഒരാളെ കാണാൻ പോകുമ്പോൾ അത് മീറ്റാന്ന് വിചാരിച്ചാണോ ഡേറ്റാന്ന് വിചാരിച്ചാണോ പോകണം, അതോ ചെന്ന് കഴിഞ്ഞാണോ വിചാരിക്കുന്നത്? ഡേറ്റ് എന്നാണ് താല്പര്യം. അവിടെ ചെല്ലുമ്പോ ഒരു സ്മാർട്ടാ, അപ്പൊ ഇവനൊരു സ്മാർട്ട് ഫ്രണ്ടിനെ കിട്ടും. അതെ, നല്ലതാ. ഇപ്പൊ എത്ര സ്മാർട്ട് ഫ്രണ്ട്സ് ഉണ്ട് നിനക്ക്? ഇപ്പൊ പുതിയ ഒരാൾ വന്നിട്ട് ബാക്കി സ്മാർട്ട് ഫ്രണ്ട്സിന്റെ കൂടെ സംസാരിക്കണ്ടെന്ന് പറഞ്ഞു. ആ പോയിന്റാണ് അനീസിന് ഇഷ്ടമല്ലാത്ത പോയിന്റ്. ഈ പുതിയ ആള് വന്നിട്ട് ബാക്കിയുള്ളവരുടെ മിണ്ടണ്ടാവും. അവർക്ക് എല്ലാവരും പേഴ്സണലി ഭയങ്കര പൊസസീവ് ആൻഡ് സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും. മനുഷ്യൻ അങ്ങനെയാണ് മനുഷ്യനെ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ
ആൾക്കാർക്ക് റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരാളെ തന്നെ ഫോക്കസ് ചെയ്യുന്നത്. കാരണം മറ്റേത് ഒരുപാട് വർക്കാണ്, സത്യത്തിൽ ഭയങ്കര വർക്കാണ് ഈ സാധനം. നിങ്ങൾക്ക് അറിയാലോ, ഒരു ഡേറ്റ്, ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഭയങ്കര വർക്കാണ്. ജോലി കളഞ്ഞിട്ടിരുന്ന ഞാൻ എൻ്റെ ജോലി മാറ്റി ഫുൾ ടൈം ഡേറ്റിംഗിലേക്ക് ഇറങ്ങിയ മനുഷ്യനാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. എനിക്ക് ഏറ്റവും റെസ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു അനീസ്, നമ്മൾ ചില സമയത്ത് ഭയങ്കരമായിട്ട് തിരക്ക്, ഒരുപാട് ഷോസ് ഒക്കെ ഉള്ള സമയത്ത് തിരുവനന്തപുരത്തും കണ്ട് നമുക്ക് ചറവറ ഷോ ഉണ്ട്, കണ്ടിന്യൂസ് തിരക്കാം. അനീസൊക്കെ ഒരു റെസ്റ്റും ഇതുമില്ല, ഭയങ്കര ഇതായിട്ട്. ഒരു ദിവസം പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ രാത്രി റിലാക്സ് ചെയ്ത് പിറ്റേ ദിവസം ഞാൻ എഴുന്നേക്കുന്നുള്ളൂ. അപ്പോൾ ഒരാൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പോവുക, ഇങ്ങോട്ട് ഒരു ഡേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു രാവിലെ പോയി, എന്നിട്ട് ഉച്ചയ്ക്ക് വന്നു, എന്നിട്ട് പിന്നെയും കുളിക്കുക, എങ്ങോട്ടാ ഒരു ഡേറ്റ് ഉണ്ട്. അത് വേറെ അത് കഴിഞ്ഞപ്പോൾ രാത്രി ഡിന്നർ ഡേറ്റ്, ഒരു ദിവസം 3 ഡേറ്റ്. കാരണം ഇത്രയും ദിവസമായിട്ട് അവൻ നാളെ മരിക്കുന്നുള്ള പോലെയാണ് ഈ പരിപാടിനെ അപ്രോച്ച് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നമ്മൾ 2 ദിവസം 5 ഡേറ്റ് എന്താ പോയില്ലേ രാത്രി ഇങ്ങനെയൊക്കെ വരുന്നത്. എന്നിട്ട് റൂമിൽ കിടക്കും. ഞാൻ പറഞ്ഞു പുതയ്ക്കുന്നില്ല, ഒരു കാല് പുതപ്പ് പുറത്തൊക്കെ എടുക്കാം, കാല് തെടുക്കാൻ മേലെ വാദവാദിയാ, കാല് തെടുത്ത് ഇപ്പുറത്തോട്ടൊക്കെ അല്ലേ പുതപ്പെടുത്താൻ പുറത്ത്. സാമൂഹ്യ വിരുദ്ധർ ഒരു പോയിന്റിൽ പിടിച്ചു. ഡിന്നർ ഡേറ്റ് സാമൂഹ്യ വിരുദ്ധർ ടോർച്ച് അടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നത് ആൾക്കാർക്ക് ഡേറ്റിങ്ങിന് കൂടുതൽ ആൾക്കാർക്ക് എക്സ്പീരിയൻസ് കിട്ടണം, എക്സ്പ്ലോർ ചെയ്യണം. ഞാനങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ്. സോ ഓരോരുത്തർ നിങ്ങളുടെ പോയിന്റ് എന്താണോ, നിങ്ങൾ മാത്രമല്ല ആൾക്കാർ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളവർ, പരിചയപ്പെടാനുള്ളത്, അല്ലെങ്കിൽ ഇതിന് സമയത്ത് എക്സ്പ്ലോർ ചെയ്തു ഇനി കമ്മിറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ പ്ലാൻ അതാണ്, അങ്ങനെ ചെയ്യുക. എനിക്ക് തോന്നുന്നു ആൾക്കാർ ഇത് നമ്മുടെ 4 പേരുടെ അല്ലാത്ത ആൾക്കാര് അല്ല, ആളുകൾ അവരുടെ ഡേറ്റിംഗ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യട്ടെ. നമുക്ക് കൂടുതൽ പെൺകുട്ടികൾ, നമ്മളെ പറഞ്ഞില്ല, പെൺകുട്ടികളുടെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് അറിയത്തില്ല. സോ അവരുടെ പറയട്ടെ, അവരെന്താണ് ഡേറ്റിംഗിൽ നോക്കുന്നത് പറയട്ടെ. സോ ദാറ്റ് നമ്മുടെ കമന്റ് ബോക്സിൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുമല്ലോ. സോ ആണുങ്ങൾ അവരുടെ ഡേറ്റിംഗ് എക്സ്പീരിയൻസ് പറയാം, എന്താണ് ഭയങ്കര റെഡ് ഫ്ലാഗ്, നിങ്ങൾ എന്താണ് നോക്കുന്നത്. നമുക്ക് എന്തായാലും ആ ഒരു സൈഡിൽ നിന്നുള്ള ഇത് അറിയില്ല. ദെൻ ലേറ്റർ ഓൺ നമുക്ക് വേറെ ഏതെങ്കിലും എപ്പിസോഡ് പെൺകുട്ടികൾ ഇരുത്തി നമുക്ക് ചെയ്ത് അവരുടെയും കൂടെ സോ ഈ കാണാം. ആ കുട്ടി എന്തായാലും കാണുന്നത്, ആ കുട്ടി ഇനിയും ഞാൻ പറയണ്ടേ, ഞാൻ എന്തൊക്കെ പറഞ്ഞു അത് ഞാൻ കട്ടിൽ പിടിച്ചോളാം. സോ നമുക്ക് അത് വന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇതേ മോഡലൊരു എപ്പിസോഡ് നമുക്ക് പിന്നീട് വീണ്ടും